നമ്മുടെ ജ്വാല ഓൺലൈൻ മീറ്റിങ്ങിലെ ഈ ഇന്നത്തെ വിഷയം വൈകാരിക സുബോധാവസ്ഥ, ഇമോഷണൽ സോബറിറ്റി. അഹമ്മദ് ഷെരീഫ് ഖാ വയനാട് നമ്മളോട് സംസാരിക്കുന്നു. അഹമ്മദ് ഷെരീഫ് ഖായെ ജ്വാല ഓൺലൈൻ മീറ്റിങ്ങിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഷെരീഫ് ഖാ, നമുക്ക് തുടങ്ങാം. ഓക്കെ, തുടങ്ങാം. പ്രിയമുള്ളവരെ, ഞാൻ ഒരു മദ്യാസക്തനാണ്. എയുടെ സഹായത്താലും എന്നേക്കാൾ വലിയ ഒരു ശക്തിയുടെ സഹായത്താലും ഇന്ന് ഞാൻ സുബോധവാനാണ്. ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന പ്രോഗ്രാമിലൂടെ 24 വർഷവും 5 മാസവുമായിട്ട് ജീവിച്ചു പോകുന്നു. എൻ്റെ പേര് അഹമ്മദ് ഷെരീഫ്. ഹായ് ഷെരീഫ് ഖാ. ഹായ് ഹായ് എല്ലാവർക്കും ഹായ്. സുഖമായിരിക്കും. നിങ്ങൾക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. ഏതായാലും ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന പ്രോഗ്രാമിലായതുകൊണ്ട് നമ്മൾക്കൊക്കെ ഇന്നത്തെ ഈ ഒരു സമയത്ത് സുബോധവാനായിരിക്കാൻ നമ്മളെക്കാൾ വലിയൊരു ശക്തി അനുഗ്രഹിച്ചിട്ടുണ്ട്. ജീവിതകാലം മുഴുവൻ നമ്മളോടൊപ്പമുള്ള ഈ ഒരു രോഗത്തിൽ നിന്ന് ഓരോ ദിവസമായിട്ട് നമുക്ക് സന്തോഷവും സമാധാനവും, അതിലൊക്കെ ചെറിയ ദുഃഖങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഓരോ ദിവസവും മദ്യപിക്കാതെ ഇരിക്കാനും നമുക്ക് ശക്തി തരുന്നുണ്ട് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന പ്രോഗ്രാം. അതുകൊണ്ട് തന്നെ എപ്പോഴും അതിലായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. നമുക്കതിന് സാധിക്കട്ടെ. അതിനുവേണ്ടി ദൈവം അനുഗ്രഹിക്കട്ടെ. ഏതായാലും ഇന്നത്തെ നമ്മുടെ വിഷയം വൈകാരിക സുബോധാവസ്ഥ എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ അതിനെ സൂചിപ്പിക്കുന്നത് ഇമോഷണൽ സൊബ്രൈറ്റി എന്നാണ്. പലപ്പോഴും എനിക്കൊന്നും ഇതെന്താന്ന് തന്നെ തുടക്കത്തിലൊന്നും മനസ്സിലായിട്ടില്ല. വൈകാരിക സുബോധാവസ്ഥ എന്ന് വെച്ചാൽ എന്താണ്, വൈകാരികത എന്ന് വെച്ചാൽ എന്താണ്, വികാരങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്, ഇതൊക്കെ ചില സാങ്കേതിക പദങ്ങളാണല്ലോ. ഈ സാങ്കേതിക പദങ്ങളിലോട്ടൊന്നും എന്നെ അങ്ങ് എത്തിക്കൂല. എനിക്കതൊന്നും മനസ്സിലാവില്ല തുടക്കത്തിലും, ഈ സാങ്കേതിക പദങ്ങളോ ഇനി ഇംഗ്ലീഷ് വാക്കുകളോ. കാരണം ഇംഗ്ലീഷൊക്കെ ഭയങ്കര അറിയാം എന്നൊക്കെ നടിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അതിന് 2 പെഗ് വേണം, എന്നാലേ അതൊക്കെ നടക്കും. അങ്ങനെയാകുമ്പോൾ കുറേ എന്തൊക്കെയോ വാക്കുകളും കാര്യങ്ങളൊക്കെ മറ്റു പലരോടും പറയും. പക്ഷെ ഏത് വന്ന് നോക്കുമ്പോൾ ഇത്ര ഈ കടുകട്ടി വാക്കുകൾ, സാങ്കേതിക പദങ്ങൾ, ഇംഗ്ലീഷ് വാക്കുകളൊക്കെ എനിക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ വന്ന ആ സമയത്തൊന്നും മലയാള പ്രസിദ്ധീകരണങ്ങൾ, ലിറ്ററേച്ചറുകളോ അല്ലെങ്കിൽ പാംപ്ലെറ്റുകളോ ഒന്നും അധികമല്ല. പിന്നെ പലരും ഷെയർ ചെയ്യുമ്പോൾ അന്നൊക്കെ വന്നിരുന്ന ആളുകൾ അധികവും കുറച്ചൊക്കെ ഇതിനെക്കുറിച്ച് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന്, ദൂരദിക്കുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഒരു ഡീഅഡിക്ഷൻ സെന്ററിൽ നിന്നൊക്കെ മനസ്സിലാക്കി വന്ന ആളുകളാണ്. അപ്പൊ അവർക്കൊക്കെ അവിടുന്ന് കിട്ടിയ ക്ലാസ്സുകളുടെയോ അല്ലെങ്കിൽ അതിൻ്റെയോ ഒക്കെ ആ ഒരു ഇതുകൊണ്ട് അവരൊക്കെ അധികം ആ ഒരു ഇംഗ്ലീഷ് വാക്കുകളൊക്കെയാണ് സംസാരിക്കാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിത് എന്താണിത് വൈകാരിക സുബോധാവസ്ഥ, അതൊന്നും എൻ്റെ ആവശ്യമില്ലല്ലോ. എനിക്കിപ്പോ കുടിക്കാതിരുന്ന പോലെ. വന്നു, ഞാൻ കുടിക്കാതിരുന്നു. അപ്പൊ എനിക്ക് അത് മതി എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. കാരണം അതന്നെയാണല്ലോ എൻ്റെ ആഗ്രഹം. എന്നോട് മറ്റുള്ളവർ പറഞ്ഞതും അതാ, ഇതിപ്പോ നീ കുടിക്കാതിരുന്നാൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയായി പോകും, നിനക്ക് സാമ്പത്തിക പ്രയാസം കുറയും, നിന്റെ ജോലി ശരിയായിട്ട് നിനക്ക് കൊണ്ടുപോകാൻ പറ്റും, നിന്റെ ആരോഗ്യം നിനക്ക് ശരിയായിട്ട് സംരക്ഷിക്കാൻ പറ്റും. അപ്പൊ നീ കുടിക്കാതിരുന്നാൽ മതി, ബാക്കിയൊക്കെ നിന്നിലേക്ക് എത്തും. മറ്റുള്ളവർക്കൊക്കെ നിന്നെ ഭയങ്കര ഇഷ്ടാവും, കാര്യമാകും. പിന്നെ നിന്റെ പെങ്ങന്മാർക്കൊക്കെ നല്ല കല്യാണം വരും, ആനയാ ചേനയാ കുതിരയാ. അപ്പം വന്ന ആളുകളെ ഞാൻ നോക്കുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാ. കാരണം ഭയങ്കര പിന്നെ കൃഷിയിൽ അഭിവൃദ്ധിപ്പെട്ടവര്, അവര് കാറ് വാങ്ങുന്നു, ലോറി വാങ്ങുന്നു, ബൈക്ക് വാങ്ങുന്നു, കച്ചവടം നന്നായിട്ട് പോകുന്നു. ചില ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോയ ജോലി തിരിച്ചു കിട്ടുന്നു.
കാരണം ഒരു ബാങ്കിലൊക്കെ ജോലി നഷ്ടപ്പെട്ട് പോയ ആളെയൊക്കെ ഞാൻ അന്നേരം കണ്ടിട്ടുണ്ട്. അയാള് പിന്നെ ഈ പണം പിരിക്കുന്ന ജോലിയായിരുന്നു. അപ്പൊ അതൊക്കെ നഷ്ടപ്പെട്ടു പോയപ്പോൾ അയാൾക്ക് വീണ്ടും ജോലി കിട്ടിയത്. ഭാര്യ തെറ്റിപ്പോയ ആൾക്കാർക്ക് ഭാര്യ തിരിച്ചു വന്നത് ഞാൻ കണ്ടു. ചില ആളുകൾ വീടില്ലാത്തവര് വീട് പണി തുടങ്ങിയത് ഞാൻ കണ്ടു. അപ്പൊ എൻ്റെ ഈ ഒരു കണക്കൂട്ടൽ അങ്ങനെ തന്നെയായിരുന്നല്ലോ. കുടിക്കാതിരിക്കുക, നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയ പണം തിരിച്ചു പിടിക്കുക, ഉണ്ടാക്കുക, നല്ലൊരു ജോലി ഉണ്ടാക്കുക, എന്തെങ്കിലും ബിസിനസ്സുകൾ ചെയ്യുക, പൈസ ഉണ്ടാക്കുക. പൈസ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ മദ്യപിക്കാതിരുന്നാൽ മാത്രം മതി. അങ്ങനെ വന്ന ഞാൻ പ്രാർത്ഥനകൾ, പടികൾ, പാരമ്പര്യങ്ങൾ, ബിഗ് ബുക്കിലെ ചില അധ്യായങ്ങൾ, ഇതൊക്കെ വളരെ ആവേശപൂർവ്വം ഞാൻ മീറ്റിങ്ങുകളിൽ ഞാൻ വായിക്കും. അതിനെക്കുറിച്ചൊക്കെ വളരെ അറിയുന്ന മീനി ഞാൻ നടിക്കും. ദിവസവും രാവിലെ ഞാൻ ഒരു പ്രതിജ്ഞ ഞാൻ അങ്ങോട്ട് എടുക്കും. ഇന്ന് കുടിക്കില്ല. എന്ത് പ്രശ്നം വന്നാലും ശരി, ഇന്ന് ഞാൻ കുടിക്കുന്ന പ്രശ്നമില്ല. പോകെ പോകെ ചില മെച്ചങ്ങളൊക്കെ കാണാൻ തുടങ്ങി. ശാരീരികമായിട്ടുള്ള ചില പിന്നെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടി. ആരും തെറി പറയാൻ ഉള്ള ഒരു അവസ്ഥ ഇല്ലാതായി. കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടാകുന്ന പേക്കൂത്തുകളുടെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ കയറുന്നതില്ലാതെയായി. ഏറ്റവും വലിയ ഇത് മര്യാദക്കൊന്ന് നാട്ടുകാരെടുത്ത് മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ഞാൻ എത്തി. ആളുകൾ എൻ്റെ മുഖത്ത് നോക്കിയും സംസാരിക്കും, എനിക്കും സംസാരിക്കാൻ പറ്റുന്ന ഒരു രീതി. അപ്പൊ ഇങ്ങനെയൊക്കെ ആയപ്പോ ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്ന കാര്യം. വേറൊന്നുമല്ല. കുടി നിർത്തുക, ജീവിതം അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തുക. എന്നാൽ സംഭവിച്ചത് കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴേ, ആ തുടക്കത്തിൽ ആ പുതുമേനിയായിട്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോഴേ, കാരണം ഈ തുടക്കത്തിൽ ഒരു പുതുമേനി ഉണ്ടാവുമല്ലോ. ഈ കല്യാണ പെണ്ണ് വീട്ടിലൂടെ കടന്നു വന്നു കഴിഞ്ഞിട്ട് കുറച്ചു കാലമൊക്കെ ഒരു ഭയങ്കര ഒരു ഉഷാറൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരിക്കും. അവൾക്കും ഭയങ്കര എല്ലാവരോടും മമതയും സ്നേഹവും ഒക്കെ ആയിരിക്കും. അടിച്ചു വാരല്, വൃത്തിയാക്കല്, കാര്യങ്ങൾ. പക്ഷെ അതാണ്ട് കുറച്ചാണ്ട് കഴിയുമ്പോഴേക്കിനും പിന്നെ അതിന്റെ ഭാവവും മട്ടും ഒക്കെ മാറും എന്ന് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഫസ്റ്റ് കുടി നിർത്തിയപ്പോൾ കിട്ടിയിരുന്ന അംഗീകാരങ്ങൾ, സ്നേഹം, അത്തരം കാര്യങ്ങൾ, ഇതൊക്കെ പതിയെ എന്നിൽ നിന്ന്, മറ്റുള്ളവരിൽ നിന്ന് എനിക്ക് കിട്ടാതെയായി. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട അവസ്ഥയിലേക്ക് ഞാൻ വന്നു. അപ്പൊ സാമ്പത്തികപരമായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അന്നേരം ഒരു ബിസിനസ് തുടങ്ങി. ആ ബിസിനസ് അങ്ങ് പൊട്ടി. കുറെ നഷ്ടങ്ങൾ എന്നിൽ സംഭവിച്ചു. ഉണ്ടായിരുന്ന ജോലി എനിക്ക് നഷ്ടപ്പെട്ടു. ഇങ്ങനെയൊക്കെയുള്ള കുറേയേറെ കാര്യങ്ങൾ. അതോട് കൂടിയിട്ട് ഞാൻ ആകെ എൻ്റെ നിയന്ത്രണം അങ്ങ് നഷ്ടപ്പെട്ടു. അന്നേരമാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എന്നെ കുടിയിലേക്ക് എത്തിച്ചിരുന്ന ചില കാര്യങ്ങൾ, ഇത്തരം ചില കാര്യങ്ങളൊക്കെ തന്നെ എന്നെ കുടിയിലേക്ക് എത്തിച്ചേരുന്നത്. എനിക്ക് ജോലി നഷ്ടപ്പെട്ടപ്പോഴും എൻ്റെ ബിസിനസ് തകർന്നപ്പോഴൊക്കെ കുടിക്കാനുണ്ടായിരുന്ന വല്ലാത്തൊരു ഇത്. പക്ഷെ കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയും. ഇത്രയ്ക്ക് കാലം കൂടെ സഞ്ചരിച്ചിട്ട് എങ്ങനെയാ കുടിക്കുക? കുടിച്ചാലോ അതിൻ്റെ മുമ്പ് എനിക്ക് സംഭവിച്ചൊരു റിലാപ്സ് എനിക്ക് ഓർമ്മയും വരുന്നുണ്ട്. കുടിച്ചാൽ അതേ അവസ്ഥയിലേക്ക് ഞാൻ എത്തും. പക്ഷെ ഇതിനെയൊക്കെ ഒന്ന് തരണം ചെയ്യാൻ എന്താണ് ചെയ്യുക എന്ന് ആലോചിച്ചിട്ട് വീട്ടിലാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഞാൻ സൃഷ്ടിക്കാൻ തുടങ്ങി. ആർക്കും എന്നോട് സംസാരിക്കാൻ വരാൻ പേടി. എനിക്ക് ഭക്ഷണം വേണ്ടാത്ത അവസ്ഥ, ഉറക്കമില്ലാത്ത അവസ്ഥ, എങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു പേടിയും എല്ലാം കൂടി ആയി. ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു മെമ്പറെ ഞാൻ വിളിച്ച കാര്യങ്ങൾ. എനിക്ക് സ്പോൺസർ ഒന്നുമില്ല ആ സമയത്ത്. കാരണം സ്പോൺസറിറ്റി ഒന്നും ആവശ്യമില്ല എന്ന് കണക്കൂട്ടിയാളാണ് ഞാൻ. പടികളൊന്നും പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ പോകുന്നില്ല. കാരണം പടികളൊക്കെ പ്രാക്ടീസ് ചെയ്ത് അത്ര വലിയ പുണ്യവാളനൊന്നും ആകണ്ട. എനിക്ക് കുടി നിർത്തിയാൽ പോരെ. പിന്നെന്തിനാ സ്പോൺസർ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സ്പോൺസർ ഉണ്ടായിട്ടാ എല്ലാ ആൾക്കാരും ഇപ്പൊ കുടിക്കാതെ മുന്നോട്ട് പോകുന്നത്. അതുപോലെയൊക്കെ ഞാനും മുന്നോട്ട് പോകും. എന്നാലും ആ ഒരു സമയത്ത് എനിക്കൊരു സീനിയർ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് എനിക്ക് എൻ്റെ ഈ പ്രശ്നത്തെ കുറിച്ചൊന്ന്
സംസാരിക്കാൻ എനിക്കൊരു ധൈര്യം വന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം എനിക്ക് വളരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്തു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഇതേ ഒരു അവസ്ഥ ജീവിതത്തിൽ ഉണ്ടായപ്പോഴാണ് നമ്മൾ ഓരോരുത്തരും കുടിയിലേക്ക് പോയത്. അഥവാ ആളുകളോടും സാഹചര്യങ്ങളോടുമുള്ള ആശ്രിതത്വം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പെട്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു. അഥവാ നമുക്കൊരു സന്തോഷം ഉണ്ടാകണമെങ്കിൽ, നമുക്കൊരു സമാധാനം ഉണ്ടാകണം, നമ്മൾ ആളുകളെ ആശ്രയിക്കുന്നു. അവർ നമ്മുടെ സന്തോഷത്തിനോ സമാധാനത്തിനോ എന്തെങ്കിലും കോട്ടങ്ങൾ വരുത്തിയാൽ നമ്മൾ അസ്വസ്ഥരാകും. നമ്മൾ മുറവിളി കൂട്ടാൻ തുടങ്ങും, അയാൾ എൻ്റെ സന്തോഷം കളഞ്ഞു, അയാൾ എന്നെ ബുദ്ധിമുട്ടിലാക്കി. അതുപോലെ തന്നെയാണ് പരിഗണനകൾ. നമ്മെ പരിഗണിച്ചു കൊണ്ടിരുന്ന, നമ്മളെ ബഹുമാനിച്ചു കൊണ്ടിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾക്ക് വില തന്നുകൊണ്ടിരുന്ന നമ്മുടെ കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ ഒക്കെ നമ്മളെ പരിഗണിക്കാതെയാവുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾക്ക് വില തരാതെയാകുമ്പോൾ, നമുക്ക് തന്നെ ചില സന്ദർഭങ്ങളിൽ ഒരു തോന്നലുകളൊക്കെ വരും. എന്തെങ്കിലും ഒരു ചർച്ച വീട്ടിൽ നടക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ക്ലബ്ബുകളിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ, നമ്മൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിൻ്റെ മീറ്റിങ്ങുകളിലൊക്കെ നമ്മളൊരു അഭിപ്രായം മുന്നോട്ട് വെച്ചു. അവരത് തള്ളിക്കളഞ്ഞിട്ട് അതിനെ മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർ പറയുകയാണ് അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെ എല്ലാ സമാധാനവും പോയി കിട്ടും, നമ്മുടെ സന്തോഷം നഷ്ടപ്പെടും. അതുപോലെ തന്നെയാണ് സാഹചര്യങ്ങൾ. നമ്മൾക്ക് നല്ലൊരു രീതിയിൽ നമ്മൾ സന്തോഷത്തോടു കൂടിയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പെട്ടെന്നൊന്ന് സാഹചര്യം മോശമാകും, ഒരു സാമ്പത്തികപരമായിട്ടുള്ള വലിയൊരു ബാധ്യത വരുന്നു, അല്ലെങ്കിൽ നമുക്കൊരു അസുഖം, നമുക്കോ നമ്മുടെ കുടുംബാംഗങ്ങൾക്കോ ആർക്കെങ്കിലും ഒരു അസുഖം വരുന്നു എന്നിരിക്കട്ടെ, ഇല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടു പോകും, ഇല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് തകർന്നു പോകും, ഇല്ലെങ്കിൽ നമ്മുടെ ജോലി നഷ്ടപ്പെടും. ഇതൊക്കെ സാഹചര്യങ്ങളുടെ ഭാഗമാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോഴേക്കിന് നമ്മുടെ സമാധാനം നഷ്ടപ്പെടും. അപ്പൊ ആളുകളെയോ സാഹചര്യങ്ങളെയോ നമ്മൾ ആശ്രയിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ട്, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നു പോകാൻ വേണ്ടിയിട്ടൊക്കെ. ആ ആശ്രിതത്വം നമുക്ക് അനുകൂലമല്ലെങ്കിൽ നമ്മൾ അതിനെ ആശ്രയിക്കുകയും അങ്ങനെ ആകണമെന്ന് ആഗ്രഹിക്കുകയും, എന്നാൽ അത് നേരെ വിപരീതമാവുകയും ചെയ്യുമ്പോൾ, നമ്മൾ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങളുടെ കിടപ്പെങ്കിൽ, നമ്മൾ അസ്വസ്ഥരാകും. അങ്ങനെ അസ്വസ്ഥരായപ്പോഴാണ് നമുക്കൊന്നില്ലെങ്കിൽ കോപം വരുന്നു, അല്ലെങ്കിൽ ദുഃഖം വരുന്നു. നമ്മൾ ഇതിനെ അടക്കാൻ എന്താ ചെയ്തിരുന്നത്? നമ്മൾ നേരെ മദ്യശാലയിലേക്കാണ് പോയത്. മദ്യം കഴിക്കാനാണ് നമ്മൾ ആഗ്രഹിച്ചത്. അതിൻ്റെ പരിഹാരങ്ങളോ അതിൻ്റെ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല ആഗ്രഹിച്ചത്. നമ്മൾ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നപ്പോൾ, ഈ ദുഃഖത്തെയോ കോപത്തെയോ ഭയത്തെയോ ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തുമ്പോൾ, നമ്മൾ കൂട്ടുപിടിച്ചിരുന്നത് ഉടനടി മദ്യത്തെയാണ്. ഒന്നില്ലെങ്കിൽ കോപത്തെ ശമിപ്പിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് കോപം കൂട്ടുവാൻ വേണ്ടിയിട്ട്, ദേഷ്യം ഒന്നും കൂടി ഒന്ന് കൂട്ടുവാനാണ് നമ്മൾ മദ്യശാലയിൽ പോയത്. എന്നാൽ അവിടെ ചെന്ന് അത് കുടിച്ചു കഴിയുമ്പോഴോ, ശമിപ്പിക്കാൻ പോയ കോപം കൂടുതൽ കൂടുതൽ ആളിക്കത്തി ചില സമയങ്ങളിൽ.
ഇനി ഗോപിക്കണം എന്ന് കരുതിയിട്ട് അതിനുള്ള ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ട് ബാറിൽ ചെന്നപ്പോൾ ചിലപ്പോൾ ആ ധൈര്യം ഇല്ലാതെയാകുന്ന അവസ്ഥയിലേക്ക് എത്തി. സന്തോഷിക്കാൻ വേണ്ടി ബാറിലോട്ട് പോയപ്പോൾ അത് കൂടുതൽ ദുഃഖത്തിലേക്ക് നമ്മളെ എത്തിച്ചു. ഒന്ന് കരയാനോ അല്ലെങ്കിൽ ഒന്ന് ഒറ്റയ്ക്കിരുന്ന് ഒന്ന് സങ്കടപ്പെടാനോ വേണ്ടിയിട്ട് ബാറിലോട്ട് പോയ ആളാണ് ഞാൻ. അപ്പോഴോ അത് അട്ടഹാസങ്ങളിലോട്ടും ഭയങ്കര അർമാദത്തിലോട്ടുമൊക്കെ ആയിട്ട് മാറി. അപ്പൊ ശരിയായ ഒരു ട്രീറ്റ്മെന്റ് അല്ലായിരുന്നു ഞാൻ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്തിരുന്നത്. റോങ് തീരുമാനങ്ങളായിരുന്നു. കാരണം ഈ ഒരു രാസപദാർത്ഥം കൊണ്ട് എൻ്റെ ഇത്തരം വൈകാരിക തലങ്ങളെ ഒന്ന് ശരിപ്പെടുത്തിയെടുക്കാം, അഥവാ തകരാറിലായ വൈകാരിക തലങ്ങളെ ഒന്ന് ശരിപ്പെടുത്തിയെടുക്കാം എന്നായിരുന്നു എൻ്റെ കണക്കൂട്ടലുകൾ. ഫലത്തിൽ സംഭവിച്ചതും അത് കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടിലോട്ടാണ് എത്തിച്ചത്. ഒരു സ്വാഭാവികമായ രീതിയിൽ എനിക്ക് കോപത്തെ അടക്കി നിർത്താനോ ദുഃഖത്തെ അടക്കി നിർത്താനോ എൻ്റെ അപകർഷതാബോധം ഇല്ലാതെയാക്കാനോ എൻ്റെ സ്വയം സഹതാപത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാനോ അത്തരം ഒരു കാര്യത്തിന് സ്വാഭാവികമായിട്ട് എനിക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. അതെല്ലാം ഇത്തരം ഈ ഒരു രാസപദാർത്ഥത്തെ കൂട്ടുപിടിച്ചുകൊണ്ട്, മദ്യത്തെയോ അല്ലെങ്കിൽ മയക്കുമരുന്നിനെയോ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഞാൻ അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പൊ ഏല് വന്നു കഴിഞ്ഞ് ഞാൻ കുടിയിൽ നിന്ന് മാത്രം വിട്ടു നിന്നപ്പോൾ എനിക്ക് ഇത്തരം പ്രശ്നങ്ങൾ വന്നപ്പോൾ എനിക്ക് സ്വാഭാവികമായി ഇതിനെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ അതിന് ശ്രമിക്കാൻ എനിക്ക് സാധിക്കാത്തത് കൊണ്ട് അത് കൂടുതൽ പ്രശ്നത്തിലോട്ട് അങ്ങ് എത്തി. കാരണം മറ്റേതാണെങ്കിൽ ബാറിൽ പോയി കഴിഞ്ഞിട്ട് ആ കോപത്തെയോ ദുഃഖത്തെയോ സങ്കടത്തെയോ ഒക്കെ കളയേ അല്ലെങ്കിൽ പ്രകടിപ്പിക്കുകയോ ചെയ്യുമായിരുന്നു. ഇവിടെ ഞാനിത് പ്രകടിപ്പിക്കുന്നത് എൻ്റെ കുടുംബത്തോടും എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ സഹപ്രവർത്തകരോടും ഒക്കെയാണ്. അപ്പൊ അത് അവരുമായിട്ടുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കി. എൻ്റെ വീട്ടിലുള്ളവർ എന്നോട് സംസാരിക്കാതെയായി, എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് സംസാരിക്കാതെയായി, എന്നെ മാറ്റി നിർത്താൻ വേണ്ടി തുടങ്ങി. എൻ്റെ ജോലി സ്ഥലത്തുള്ളവർ എന്നെ മാറ്റി നിർത്താനോ എന്നോട് സഹകരിക്കാനോ തയ്യാറാകാതെയായി. അപ്പോഴെന്താ സംഭവിക്കുന്നത്? ഇതിനേക്കാൾ ഭീകരമായിട്ട്, കാരണം അവഗണന എന്ന് പറയുന്ന ആ ഒരു കാര്യം കൂടി അവരിൽ നിന്ന് എനിക്ക് ഏൽക്കേണ്ടി വരുന്നു. അപ്പൊ അതെന്നെ കൂടുതൽ മുറിപ്പെടുത്തുക ചെയ്യുന്നത്. ഇതിനെ കാരണം അവരോട് എനിക്ക് ദേഷ്യമല്ല, അതിനേക്കാളൊക്കെ കൂടുതലുള്ള ചില കാര്യങ്ങൾ എന്നിലേക്ക് കടന്നു വരും. അപ്പോ ഒരു മദ്യാസക്തന് ഒരു ശാരീരികമായിട്ടുള്ള സുബോധാവസ്ഥ, അഥവാ ശാരീരിക സുബോധാവസ്ഥ എന്ന് വെച്ചാൽ നമ്മൾ മദ്യം കഴിക്കുന്നില്ല എന്നുള്ള ആ സുബോധാവസ്ഥ മാത്രം മതിയോ? പോരാ എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എൻ്റെ ജീവിതം കൊണ്ട്. മറ്റാരെയും ജീവിതം എടുത്തിട്ടല്ല, എൻ്റെ മാത്രം ജീവിതം ഞാനൊന്ന് തികഞ്ഞു നോക്കിയപ്പോൾ എന്നോട് ആ സീനിയറായിട്ടുള്ള മെമ്പർ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, എനിക്ക് എൻ്റെ വൈകാരിക തലത്തിൽ കൂടി ഒരു സുബോധാവസ്ഥ ഉണ്ടാകേണ്ടിയിരിക്കുന്നുണ്ട്. ഈ വൈകാരിക സുബോധാവസ്ഥ നഷ്ടപ്പെട്ടപ്പോഴാണ് ഞാൻ പലപ്പോഴും കുടിയുടെ സമയത്ത് ഞാൻ കുടിക്കാൻ വേണ്ടി പോയത്. അപ്പൊ ഇത് രണ്ടും ആശ്രയിച്ചിരിക്കുന്നുണ്ട്, ഒന്നിനെ ആശ്രയിച്ചിരിക്കുന്നുണ്ട്. ശാരീരിക സുബോധാവസ്ഥ നഷ്ടപ്പെട്ടാൽ എൻ്റെ വൈകാരിക സുബോധാവസ്ഥ നഷ്ടപ്പെടും. ഇനി എൻ്റെ വൈകാരിക സുബോധാവസ്ഥ നഷ്ടപ്പെട്ടാലോ എൻ്റെ ശാരീരിക സുബോധാവസ്ഥ നഷ്ടപ്പെടും. അപ്പൊ ശാരീരിക സുബോധാവസ്ഥ മാത്രം മതി എന്ന് കരുതി ഞാൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ എൻ്റെ വൈകാരിക സുബോധാവസ്ഥ നഷ്ടപ്പെടുകയും ചെയ്യും. അത് ആ തുടക്കത്തിൽ എന്നെ ഒരു ഡ്രൈ ഡ്രിങ്ക് സ്റ്റേജിലേക്ക് എന്നെ എത്തിക്കും. അഥവാ കുടിക്കാത്ത കുടിയൻ്റെതായിട്ടുള്ള എല്ലാ സ്വഭാവവും കാണിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് ഞാൻ എത്തിപ്പെടും. താമസിയാതെ ഞാൻ
ആ ഒരു ശാരീരിക സുബോധാവസ്ഥ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു പെക്കിലോട്ട് തുടക്കം ഞാൻ കുറിക്കും. ഇത് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്, പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ഞാൻ നിർത്താത്ത ആളൊന്നല്ല. ഞാൻ നിർത്തിയിട്ടുണ്ട്. 2 മാസം നിർത്തിയിട്ടുണ്ട്, 1 മാസം നിർത്തിയിട്ടുണ്ട്, 6 മാസം നിർത്തിയിട്ടുണ്ട്, 9 മാസം നിർത്തിയിട്ടുണ്ട്, 11 മാസം ഞാൻ നിർത്തിയിട്ടുണ്ട്. പിന്നത്തെ കുടിയൊക്കെ പല കാരണങ്ങൾ ഞാൻ മറ്റുള്ളവരെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നീട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, എൻ്റെ വൈകാരിക സുബോധാവസ്ഥ നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് അതിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയപ്പെടുക. ഞാൻ അതിന് പരിഹാരമായി കണ്ടത് ഒരു ചാരായ ഷാപ്പിനെയോ ബാറിനെയോ അല്ലെങ്കിൽ കുറച്ച് മയക്കുമരുന്നിനെയോ ആണ്. അപ്പൊ ഇനി അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇത് ഞാൻ ശരിക്കും മനസ്സിലാക്കണം. എന്താണ് എൻ്റെ വൈകാരിക സുബോധാവസ്ഥ? എനിക്കത് എപ്പോഴൊക്കെയാണ് നഷ്ടപ്പെടുന്നത്? അത് നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം? എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളുണ്ട്. ഈ വൈകാരിക തലങ്ങൾ എന്നാൽ അതിനെ നമ്മളൊക്കെ പറയും ദേഷ്യം, ദുഃഖം, സന്തോഷം, അഭിമാനം, നന്ദി, നിരാശായക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ വൈകാരിക തലത്തിലുണ്ട്. ഏറ്റവും നമുക്കൊന്ന് അതിനെ ഒന്നും കൂടി പിന്നെ ലഘൂകരിച്ചൊക്കെ പറയുകയാണെങ്കിൽ, മനസ്സിലാക്കാവുന്ന രീതിയിൽ നമുക്ക് പറയുകയാണെങ്കിൽ, ഈ സന്തോഷ വികാരങ്ങൾ എന്ന് പറയുന്ന കുറച്ച് വികാരങ്ങളുണ്ട്. അഥവാ അത് സന്തോഷത്തിലാണ്, അതിൽ എപ്പോഴും ഒരു സന്തോഷം നിലനിൽക്കും. അതൊന്ന് സന്തോഷം തന്നെയാണ്. നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സന്തോഷാവസ്ഥ നമുക്കുണ്ടെങ്കിൽ ഉണ്ടാകും. അതുപോലെ തന്നെ സ്നേഹം ഉണ്ടാകും. എല്ലാവരോടും ഒരു സ്നേഹം നമുക്ക് ഉണ്ടെങ്കിൽ അതിലൊരു സന്തോഷവും കൂടി ഉണ്ടാകും. ഒരു അഭിമാനം, നമുക്ക് നമ്മളോട് തന്നെ ഒരു അഭിമാനം ഇങ്ങനെ തോന്നുന്ന ആളാണെങ്കിൽ അത് സന്തോഷം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അഭിമാനം ഉണ്ടാകും. നമുക്ക് നമ്മളോട് തന്നെ ഒരു അഭിമാനം ഉണ്ടാകുന്നത്. നമുക്ക് നന്ദി പ്രകടിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നന്ദിയുള്ള ആളായിട്ട് നമുക്ക് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു സന്തോഷമുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു സന്തോഷമുള്ള ഒരു വികാരത്തിന്റെ പാർട്ടുകളാണ്. സ്നേഹം ഉണ്ടാവും, അഭിമാനം ഉണ്ടാവും, പിന്നെ ഒരു ആവേശം ഒക്കെ നമ്മൾ കാണിക്കൂലേ ചില കാര്യത്തിന്. ജോലിയിൽ ഒരു ആവേശം നമ്മൾ കാണിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിലൊക്കെ ഒരു ആവേശം നമ്മൾ കാണിക്കുമ്പോൾ അത് നമുക്കൊരു സന്തോഷം ഉണ്ടെങ്കിലാണ് നമ്മളൊരു ആവേശമൊക്കെ കാണിക്കുക. നീ സന്തോഷമൊന്നുമില്ല, കാരണം ഇപ്പം നമുക്കിപ്പം എടുക്കുന്ന ജോലിക്ക് കൃത്യമായിട്ട് കൂലി കിട്ടുന്നില്ല എന്നോ അല്ലെങ്കിൽ പരിഗണന കിട്ടുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് ആ ജോലി എടുക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, ആവേശമൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ലഭിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു സന്തോഷം നമുക്കുണ്ടാകും, ഒപ്പം ആവേശവും ആ ജോലി എടുക്കാനും നമുക്കുണ്ടാകും. അപ്പോൾ ഒരു സന്തോഷ വികാരങ്ങളുടെ പട്ടികയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. പിന്നെ ദുഃഖവികാരങ്ങൾ എന്നുള്ളതുണ്ട്. ദുഃഖം അതിനോടൊപ്പം ഉണ്ടാകും. അതിൻ്റെ ഏറ്റവും ആദ്യം വരുന്നത് ദുഃഖം തന്നെയാണ്. അതൊരു വികാരമാണ്, വൈകാരിക തലമാണ്. പിന്നെ നിരാശയാണ് ഒന്ന്. എന്താണ് നിരാശ എന്ന് വെച്ചാൽ നമുക്കൊക്കെ അറിയാം. നമുക്ക് ലഭിക്കാതെ പോയതിനെ കുറിച്ചുള്ള, നമ്മൾ ആഗ്രഹിച്ചിട്ട് നേടിയെടുക്കാൻ പറ്റാതെ പോയതിനെ കുറിച്ചുള്ള ഒരു നിരാശകൾ നമുക്കുണ്ടാകും. അത് ചിലപ്പോൾ ജോലിയായിരിക്കും. ഉദ്ദേശിച്ച ജോലി നമുക്ക് കിട്ടുന്നില്ല, നമുക്കൊരു സോറി, ഒരു കോൾ വന്നാണ്. അപ്പം നമുക്കൊരു ഉദ്ദേശിച്ച ഒരു ജീവിത പങ്കാളിയെ നമുക്ക് ലഭിച്ചില്ല, നമുക്കൊരു നിരാശ തോന്നും. എവിടുന്നോ നമ്മൾ ആഗ്രഹിച്ചിട്ട്, നമ്മളൊരു സാമ്പത്തികം ആഗ്രഹിച്ച് അങ്ങനെയൊക്കെയുള്ള കാര്യം നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്കൊരു നിരാശ തോന്നും. അപ്പൊ അതൊരു ദുഃഖവും കൂടി അതിനോടൊപ്പം ചേരുന്നതാണ്. മറ്റൊന്ന് ഏകാന്തതയാണ്. ഈ ദുഃഖവികാരത്തിൽപ്പെട്ടാണ് ഇതൊക്കെ. ഏകാന്തത അനുഭവിക്കുന്ന ആളുകൾ, ഏകാന്തത അനുഭവിക്കാനുള്ള കുറേയേറെ കാരണങ്ങളുണ്ട് നമ്മൾ ഒറ്റപ്പെട്ടു പോകാൻ. അത് ഈ വൈകാരിക തലത്തിൽ നമുക്ക് ഉള്ള ചില പ്രശ്നങ്ങളാണ്. ഇത് വേണ്ടതുപോലെ നമുക്ക് പ്രയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട്
മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടായി. അവരെ നമ്മളെ ഒറ്റപ്പെടുത്താൻ തുടങ്ങി. അവര് നമ്മളുമായിട്ട് സഹകരിക്കുന്നില്ല, നമ്മളെ അവഗണിച്ചു. ഫലത്തിൽ നമ്മളെത്താകും, നമ്മളൊരു ഒറ്റപ്പെട്ടവനായി പോകും. ഈ ഒറ്റപ്പെട്ടവനായി പോകുമ്പോൾ സംഭവിക്കുന്നത്, നമ്മുടെ ചില ചിന്തകളും കാര്യങ്ങളുമായിട്ട് ഒരു ഏകാന്തനായിട്ട് ഇങ്ങനെ ഇരിക്കും. ചില ചിന്തകൾ നമ്മളിലൂടെ കടന്നു വരും. അവിടെ ഒരു ദുഃഖം നമുക്ക് ഫീൽ ചെയ്യും. മറ്റൊന്ന് കുറ്റബോധമാണ്. കുറ്റബോധത്തിലും ദുഃഖങ്ങളുണ്ട്. കാരണം നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത് എന്തോ ഒന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിപ്പോയി. അതിൻ്റെ കുറ്റബോധം നമ്മളെ ഇങ്ങനെ കൊണ്ട് നടക്കുക. പലപ്പോഴും ഈ ഏകാന്തതയിൽ ഇരിക്കുമ്പോഴാണ് ഈ കുറ്റബോധം കൂടുക. കാരണം ഏകാന്തതയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ആലോചനകൾ, നേരത്തെ ആരോ സൂചിപ്പിച്ചു, കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചും നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്ന ഒരു ഷെയറിങ് നേരത്തെ പറഞ്ഞു. ഇതുപോലെ നമ്മൾ ഒറ്റപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ചിന്തകൾ കൂടും. അതിൽ കുറ്റബോധങ്ങൾ കടന്നു വരും. വേണ്ടില്ലായിരുന്നു, ചെയ്യേണ്ടിയില്ലായിരുന്നു, പറയേണ്ടിയില്ലായിരുന്നു, കേൾക്കേണ്ടിയില്ലായിരുന്നു, കാണേണ്ടിയില്ലായിരുന്നു. അപ്പൊ ഈ കുറ്റബോധങ്ങളൊക്കെ ഏതിൻ്റെതാ? കഴിഞ്ഞുപോയ സംഭവങ്ങളെ അനുബന്ധിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിലും ദുഃഖം എന്ന് പറയുന്ന ഒരു വികാരം കടന്നു വരുന്നു. അപ്പൊ ഈ ദുഃഖവികാരങ്ങളിലുള്ളതാണ് ഏറ്റവും ചെറുതായിട്ട് നമുക്ക് കുറേ വേറെ കാര്യങ്ങളുണ്ട്, പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ദുഃഖം, നിരാശ, ഏകാന്തത, കുറ്റബോധം എന്നൊക്കെ ഉള്ളത്. ഇനിയുള്ള ഒരു കാര്യമാണ് കോപവികാരങ്ങൾ. നമുക്കറിയാം നമ്മളുടെ കോപത്തെക്കുറിച്ച്. അത് ഒന്ന് കോപം തന്നെയാണ്, അഥവാ ദേഷ്യം എന്ന് പറയുന്ന ആ കോപം എന്നുള്ളത്. മറ്റൊന്ന് അസഹിഷ്ണുതയാണ്. ഇല്ലേ? അസഹിഷ്ണുത നമുക്ക് എങ്ങനെയാ നിർവചിക്കാൻ പറ്റും? അവിടെ മെമ്പർമാരോട് പറയുന്ന ഒരു കാര്യം ഇതാണ്: നമ്മളെ ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലാക്കിയത് നീരസവും അസഹിഷ്ണുതയാണ് എന്നൊക്കെയാ പറയുന്നത്. അപ്പൊ എന്താണ് അസഹിഷ്ണുത? നമ്മുടെ നിലപാടുകളാണ് ശരി, മറ്റുള്ളവരുടേത് ശരിയല്ല. അത് മതത്തിന്റെ കാര്യത്തിലായിക്കൊള്ളട്ടെ, രാഷ്ട്രീയത്തിന്റെ കാര്യത്തിലായിക്കൊള്ളട്ടെ, ഈ അങ്ങനെയുള്ള ഏത് കാര്യത്തിലും നമ്മളുടെ നിലപാടിനോട് നേരെ വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളോട്, അവരുടെ നിലപാടുകളോട്, അവരുടെ നിയമങ്ങളോട് നമുക്ക് തോന്നുന്ന ഒരു വികാരമാണ് അസഹിഷ്ണുത. അതിനെ നമുക്ക് സഹിക്കാൻ പറ്റില്ല, അതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, അതിനെ നമ്മൾ എപ്പോഴും വിമർശിക്കും. അത് രാഷ്ട്രീയത്തിലൊക്കെ നമുക്ക് പലപ്പോഴും കാണാം. നമ്മളൊക്കെ അതിന് ആളുകളാണ്. നമ്മുടെ എതിർ പാർട്ടിക്കാർ നമ്മെ പരിഹസിക്കുമ്പോഴും, എതിർ മതവിഭാഗത്തിൽപ്പെട്ടവർ ഇപ്പോഴും കൂടി വരുന്നുണ്ടെങ്കിൽ, അത് നമ്മളുടെ മതത്തെ അവർ എതിർക്കുന്നുണ്ടെങ്കിൽ ഒക്കെ നമ്മൾ വല്ലാതെ അസഹിഷ്ണുത കാണിക്കുന്നവരോ, നമുക്ക് സഹിക്കാൻ പറ്റൂല. സഹിഷ്ണുത എന്ന പദത്തിന്റെ നേരെ വിപരീതമാണ് അസഹിഷ്ണുത. അപ്പൊ ഇതിലൊരു ദേഷ്യം നമുക്ക് കടന്നു വരും. അസഹിഷ്ണുത ഉള്ള ആളുകൾക്ക് ഒരു ദേഷ്യം കടന്നു വരും. അപ്പൊ ഇതാണ് കോപവികാരങ്ങളുടെ ആ ഒരു ഇതിൽ വരുമ്പോഴുള്ള കോപം, അസഹിഷ്ണുത, ഇനി നീരസം, ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽപ്പെട്ടതാണ്. ഇനി ഭയവികാരങ്ങളുണ്ട്. അതിൽപ്പെട്ടത് ഒന്ന് പേടി തന്നെയാണ്, ഭയം തന്നെയാണ്. മറ്റൊന്നൊരു ആശങ്ക എന്നൊക്കെ നമ്മൾ പറയും. ആശങ്ക എന്താണ്? നമുക്ക് ഒരു ആശങ്ക അങ്ങനെ കടന്നു, നടക്കുമോ നടക്കില്ലേ, വരുമോ വരില്ലേ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ആശങ്കകളില്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്ത് അത് നടക്കുമോ നടക്കൂലേ എന്നൊക്കെ ഉള്ള ഒരു ആശങ്ക നമുക്കുണ്ടാകും. അതിലൊരു പേടി ഉണ്ടാവില്ലേ നമുക്ക്? നടക്കൂലേ എന്നുള്ളൊരു തോന്നലുണ്ടാകുമ്പോൾ നമുക്കൊരു ഭയം വരും. മറ്റൊന്ന് ഉത്കണ്ഠയാണ്. ഉത്കണ്ഠയും പേടിയുടെ ഭാഗമായിട്ടുള്ള പാർട്ടായിട്ട് വരുന്ന കാര്യമാണ്. എന്തെങ്കിലും സംഭവിക്കുമോ, ഇല്ലേ? വല്ലാത്തൊരു ഉത്കണ്ഠ, ആൻസൈറ്റി എന്നൊക്കെ അതിന് ഇംഗ്ലീഷിൽ പറയും. മദ്യാസക്തർക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ആൻസൈറ്റി. എന്തോ സംഭവിക്കും, എങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്നുള്ളൊരു ഉത്കണ്ഠ ഉണ്ടാകും. അപ്പൊ ഇങ്ങനെയുള്ള കുറേ വൈകാരിക തലങ്ങളിൽ ഒരു മനുഷ്യനുണ്ട്. ഇതൊക്കെ ആവശ്യമില്ലാത്തതാണോ? ഇതൊക്കെ സ്വാഭാവികമായിട്ടൊരു മനുഷ്യന് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്.
എന്നാൽ ആവശ്യമുള്ള കാര്യവുമായിട്ട് പിന്നെന്താ പ്രശ്നം? ഇല്ലേ? നമുക്കിത് ആവശ്യമുള്ള കാര്യമാണെങ്കിൽ ഇതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമില്ല. ആവശ്യമുള്ള കാര്യമാണെങ്കിൽ ഇതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് മോചിതനാകാൻ സാധിക്കുക? ഇനി ഒഴിവാക്കാൻ പറ്റുന്നതാണോ? നമുക്കൊന്ന് നോക്കി നോക്കാം. നമുക്ക് സന്തോഷ വികാരത്തിൽപ്പെട്ടതല്ലേ സന്തോഷം? ഈ സന്തോഷം ദൈവം നമുക്ക് തന്നതാണ്, ഇല്ലേ? സന്തോഷത്തോട് കൂടിയിട്ടുള്ള ഒരു അവസ്ഥ ഒരു മനുഷ്യന് ഉണ്ടായിട്ടില്ലെങ്കിൽ അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കില്ല. ഒന്നിനും ഒരു ഉത്സാഹം ഉണ്ടാവില്ല. നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നമുക്ക് നമ്മളോട് തന്നെ ഒരു അഭിമാനം തോന്നാനോ ഒന്നിനും അതിന് സാധിക്കില്ല. അപ്പൊ സന്തോഷം എന്ന് പറയുന്ന ഈ ഒരു സംഗതി മനുഷ്യന് ആവശ്യമുള്ളതാണ്. ഇനി ദുഃഖം ആവശ്യമുള്ളതല്ലേ? നമുക്ക് ദുഃഖം ഇല്ലെങ്കിലുള്ള എന്തിനാണ് നമുക്കൊരു ദുഃഖം ഉണ്ടാകേണ്ട ഒരു ആവശ്യം? നമുക്ക് ദുഃഖം തോന്നേണ്ട ആവശ്യം നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജനിച്ചപ്പോഴേ നമ്മളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില സംഗതികളാണ് ഈ ദുഃഖം എന്നുള്ളത്. ഈ ദുഃഖത്തിൽ പെട്ടാണ് നിരാശ, അല്ലേ? നമുക്ക് എന്തോ ലഭിക്കാതെ പോയതിലുള്ള നിരാശ. ആ നിരാശ ഇല്ലെങ്കിലോ, ലഭിക്കാതെ പോയതിൽ നമുക്കൊരു നിരാശ ഉണ്ടാകേണ്ടതുണ്ട്. ആ നിരാശ ഇല്ല എങ്കിലോ നമ്മൾ പിന്നീടും അത്തരം കാര്യങ്ങളിൽ നമ്മൾ ഉത്സാഹം കാണിക്കൂല. ആ നിരാശ ഉള്ളത് കൊണ്ടല്ല ഇപ്രാവശ്യമെങ്കിലും അങ്ങനെ സംഭവിക്കരുത്, ഇപ്രാവശ്യമെങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ബിസിനസ് നഷ്ടത്തിലാവരുത്, ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കണം എന്നുള്ള കാര്യം വരുന്നത് ഈ നിരാശ ഉള്ളത് കൊണ്ടല്ലേ? അപ്പൊ ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. ഏകാന്തതയും നമുക്ക് ആവശ്യമുള്ളതാണ്. നമ്മളോട് പറയുന്നില്ലേ നമ്മളൊരു സ്വയം ഇൻവെന്ററി എടുക്കണം എന്ന്? അത് എങ്ങനെ എടുക്കുക? നമ്മൾ ഏകാന്തനായിട്ടിരുന്നിട്ട് നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ ഒന്ന് മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യുമ്പോഴാണ് ഒരു ഏകാന്തത ആവശ്യമായിട്ട് വരുന്നത്. കുറ്റബോധം ആവശ്യമുള്ളതാണ്. കുറ്റബോധം ഇല്ലെങ്കിലോ പിന്നെയും നമ്മൾ തെറ്റുകൾ ചെയ്യില്ലേ? ഈ കുറ്റബോധമാണ് നമ്മളെ പുതിയൊരു തെറ്റിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തി തരുന്നത്. ഇനി കോപം ആവശ്യമുള്ളതാ. കോപം ഇല്ലെങ്കിലോ നമുക്കൊരാളോട് കോപം പ്രകടിപ്പിക്കാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊരു കമ്പനിയുടെ മേലുദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗത്തിലെ ഏതൊരു രീതിയിലോ, അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടർ ആയിക്കൊള്ളട്ടെ, ഇല്ലെങ്കിൽ ഒരു സൂപ്പർവൈസർ ആയിക്കൊള്ളട്ടെ, അദ്ദേഹത്തിന് ചിലപ്പോൾ കോപത്തോട് കൂടിയിട്ട് ചില ആളുകൾ എടുത്ത് സംസാരിക്കേണ്ടി വരും. എന്തിന്? അയാളുടെ കീഴിലുള്ള ജോലിക്കാർ നല്ല രീതിയിൽ ജോലി എടുക്കാൻ വേണ്ടിയിട്ട്. കോപം പ്രകടിപ്പിക്കാൻ അറിയാത്ത ഒരാളാണെങ്കിലോ ഇത്തരം ജോലികൾക്കൊന്നും അയാൾ അർഹനല്ല. കാരണം കോപം പ്രകടിപ്പിക്കേണ്ട സ്ഥലത്ത് കോപം പ്രകടിപ്പിച്ചേ മതിയാവും, ദേഷ്യം പ്രകടിപ്പിച്ചേ മതിയാവും. അതുപോലെ തന്നെ പേടി, ഭയ വികാരങ്ങൾ. ഈ പേടി നമ്മളെപ്പോഴും അനുഭവിക്കുന്ന ഒരു വൈകാരിക പ്രശ്നമാണ് ഭയം നമ്മളുടെ ഉണ്ടാക്കുന്നത്. ഈ പേടിയില്ലെങ്കിലോ നമ്മൾ പല അപകടങ്ങളിലും ചെന്ന് ചാടും. ഭയമില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പട്ടിൻ്റെ അടുത്ത് നിന്ന് കടി കിട്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് പട്ടിയെ എന്ന് പറയുന്ന അത് കടിക്കും എന്നുള്ളൊരു ഭയം ഉള്ളതുകൊണ്ടാണ്. പാമ്പിൻ്റെ അടുത്ത് നമ്മൾ പോകുന്നില്ല, പാമ്പിൻ്റെ അടുത്ത് നിന്ന് കടിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? പാമ്പ് നമ്മളെ കടിക്കുന്നുള്ള ഒരു ഭയം നമ്മളിലുള്ളത് കൊണ്ടാണ്. നമ്മൾ പരീക്ഷയ്ക്ക് തോറ്റുപോകും എന്നുള്ളൊരു ഭയമുള്ളത് കൊണ്ടാണ് കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പൊ ഈ ഭയം എന്ന് പറയുന്ന ആ വൈകാരിക തലവും ഒരു മനുഷ്യന് ആവശ്യമുള്ളതാണ്. അപ്പൊ ഇത്തരം ഈ വൈകാരിക തലങ്ങളൊക്കെ മനുഷ്യന് ആവശ്യമുള്ളതാണെങ്കിൽ പിന്നെന്താ പ്രശ്നം? പിന്നെന്താണ് ഇതിന്റെ പ്രശ്നങ്ങൾ? അതാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കാരണം ഇത്തരം വൈകാരിക തലങ്ങളിലെ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാതെ പോയാൽ നമ്മൾ വീണ്ടും നമ്മുടെ ആ വൈകാരിക സ്വബോധാവസ്ഥ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും. ഒന്നും കൂടി ഒന്ന് നോക്കി വെക്കാം. നമുക്ക് സന്തോഷം വേണം, അത് മനുഷ്യന് ഉള്ള ഒരു സംഗതിയാണല്ലോ. ആണെങ്കിലോ
എന്നാൽ ഈ സന്തോഷത്തെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു ആളാണ് നമ്മളെങ്കിൽ ആണ് തീർച്ചയായിട്ടുമാണ് ഒരു മദ്യാസക്തന് സന്തോഷത്തെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റൂല. അഥവാ സന്തോഷത്തിലുള്ള സ്നേഹത്തെ കൈകാര്യം ചെയ്യാൻ പറ്റൂല, അഭിമാനത്തെ കൈകാര്യം ചെയ്യാൻ പറ്റൂല, ആവേശത്തെ കൈകാര്യം ചെയ്യാൻ പറ്റൂല, നന്ദിയെ കൈകാര്യം ചെയ്യാൻ പറ്റൂല. എന്തുകൊണ്ടാണെന്നറിയോ? ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി. മറ്റുള്ളവരുടെ സന്തോഷം പോലെയാണോ നമ്മുടെ സന്തോഷം? നമുക്കൊരു പെട്ടെന്നൊരു പൈസ കയ്യിൽ വന്നു, നമ്മളാകെ പ്രശ്നത്തിലാവും, നമുക്ക് ഉറക്കം വരൂല. കാരണം സന്തോഷിക്കാനുള്ളൊരു സാധനമാണത്. ഒരു കുറച്ച് പൈസ നമുക്ക് ലോട്ടറി അടിച്ചിട്ടായിക്കൊള്ളട്ടെ, സ്ഥലക്കച്ചവടത്തിലായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ എങ്ങനെയെങ്കിലും ഒരു പണം കയ്യിൽ വന്നുകൊണ്ടൊക്കെ എനിക്ക് അനുഭവിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് കുറച്ച് ദിവസത്തിന് ഉറക്കം ഉണ്ടാവില്ല. ഞാൻ പ്ലാനിങ്ങുകളിലായിരിക്കും. ഇത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ലായ്മയെക്കുറിച്ച് എന്ത് ചെയ്യണം എന്നാലോചിച്ചിട്ട് ഞാൻ ആകെ പ്രശ്നത്തിലാകും. എനിക്ക് ഉറക്കം വരില്ല എന്നുള്ളതാ. സ്നേഹവും ഞാൻ വേണ്ടതുപോലെ വേണ്ടവരോടാണോ ഞാൻ സ്നേഹം കാണിക്കാറ്? ഇല്ലേ? നമുക്ക് പലതിനോടും പല രീതിയിലുള്ള സ്നേഹം. നമുക്ക് ഭാര്യനോടുള്ള സ്നേഹം പോലെയല്ല നമുക്ക് ചിലപ്പോൾ മക്കളോടുണ്ടാകുക. ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം നമ്മൾ ചിലപ്പം ഭാര്യയ്ക്ക് കൊടുക്കാണ്ട് മറ്റുള്ളവർക്ക് കൊടുത്തു പോയിട്ടുണ്ട്. നമ്മളിൽ പലരും, ഞാൻ കൊടുത്തു പോയിട്ടുണ്ട്. നമ്മളിൽ പലരും എന്നുള്ള വാക്ക് ഞാൻ ഉപേക്ഷിക്കുന്നു. ഞാൻ കൊടുത്തു പോയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ അറിവില്ലായിട്ടാണ്. എന്തുകൊണ്ട് അങ്ങനെ കൊടുക്കാനുള്ളൊരു കാരണം, നമുക്ക് തിരിച്ചു കിട്ടേണ്ട സ്നേഹം അവര് നമുക്ക് തരുന്നില്ല എന്നുള്ള തോന്നലിൽ നമ്മൾ മറ്റുള്ളവരെ ആ രീതിയിൽ സ്നേഹിക്കാനും അവിടെ നിന്ന് ആ രീതിയിലുള്ള സ്നേഹം തിരിച്ചു കിട്ടാനും നമ്മൾ ശ്രമിക്കുന്നു. അത് തിരിച്ചു കിട്ടാത്തപ്പോൾ അത് ഭാര്യൻ്റെ അടുത്തുനിന്നായിക്കൊള്ളട്ടെ, കാമുകിൻ്റെ അടുത്തുനിന്നായിക്കൊള്ളട്ടെ, അത് നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാവുമ്പോൾ നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുന്നു, സന്തോഷം നഷ്ടപ്പെടും. ഇനി അഭിമാനം നമുക്ക് ആവശ്യമുള്ളതല്ലേ? എന്നാലും നമുക്ക് നമ്മളോട് അഭിമാനം തോന്നാത്ത ചില സന്ദർഭങ്ങളുണ്ട്. എവിടെയാണത്? അത് അഭിമാനം കൂടിപ്പോയാലോ? അല്ലേ? നമുക്ക് അഭിമാനം ആവശ്യമാണ്. സ്വയാഭിമാനം നമുക്ക് കൂടിപ്പോയാൽ എന്താകും? അവിടെ അഹങ്കാരം വളർന്നു വരും. അഹങ്കാരം വളർന്നു വന്നാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലും വാക്കിലും നോട്ടത്തിലും ഭാവത്തിലും മനോഭാവത്തിലും ഒക്കെ ഞാൻ എന്നൊരു ഭാവം അവിടെ ഉണ്ടാകും. എന്നെ നിങ്ങൾ താത്തിക്കെട്ടി, എന്നെ നിങ്ങൾ പരിഹസിച്ചു, എന്നെ നിങ്ങൾ മാനിച്ചില്ല, എൻ്റെ വാക്കുകൾക്ക് നിങ്ങൾ വില തന്നില്ല. അവിടെ ഞാൻ അസ്വസ്ഥനാവും. അപ്പൊ ഇത്തരം ചില വൈകല്യങ്ങൾ നമുക്ക് നമ്മുടെ ശരിയായ രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ജീവിതത്തിന് മുതൽക്കൂട്ടായ ഈ വൈകാരിക തലങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ശരിയായ രീതിയിൽ അല്ലാതെ നമ്മൾ അതിനെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഈ ഭയം എന്ന് പറയുന്ന ഒരു വികാരം ഉണ്ടല്ലോ, ഈ ഭയം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ളതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്നാൽ ഇതിനെ അങ്ങ് മാറ്റിയിട്ട് നമ്മളൊരു ഉത്കണ്ഠ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അത് നമ്മുടെ ഈ വൈകാരിക തലത്തിന്റെ ഒരു വൈകല്യമാണ്. പേടി ആവശ്യമുള്ളതാണ്, പേടിയും ഭയമൊക്കെ ആവശ്യമുള്ളതാണ്. എന്നാൽ ഇതിനെ ഉത്കണ്ഠ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കും. എന്താണ് ഉത്കണ്ഠ? വരാൻ പോകുന്ന എന്തിനോ, കഴിഞ്ഞതിനെ കുറിച്ചല്ല, വരാൻ പോകുന്ന എന്തിനെയോ കുറിച്ചുള്ള ഒരു ഭയം നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത് ഫീൽ ചെയ്ത് കഴിയുമ്പോൾ ആ ഉത്കണ്ഠ, ആൻസൈറ്റി എന്ന് പറയും, ആൻസൈറ്റി നമുക്കുണ്ടാകുന്നതോട് കൂടിയിട്ട് നമ്മൾ എല്ലാത്തിനോടും ഒരു ഉത്സാഹക്കുറവ് നമുക്കുണ്ടാകും. ഒരു ഭയത്തിന്റെ ആ ഒരു തടവറയിൽ നമ്മൾ ഇങ്ങനെ നിൽക്കും. മറ്റൊന്നുകൂടി ഉണ്ട്. എങ്ങനെയാണ് ഈ ഭയത്തിന്റെ ആ ഒരു തടവറയിൽ നമ്മൾ പോകുന്നത്? എന്താണ് ഒരു മദ്യാസക്തന്റെ ഭയം? മദ്യാസക്തന്റെ ഭയം പട്ടി കടിച്ചോ കടിക്കുകയോ പാമ്പ് കടിക്കുകയോ അല്ലെങ്കിൽ അതാവുമോ ഇതാവുമോ എന്നൊന്നും അല്ല.
നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ മറ്റുള്ളവര് നമ്മളുടെ അടുത്ത് പെരുമാറുമോ ഇല്ലയോ, അതാണ് ഒരു ഭയം. നമ്മളൊരു ഓഫീസിലോട്ട് ഇങ്ങനെ കടന്ന് ചെല്ലുമ്പോൾ, ഒരു പഞ്ചായത്ത് ഓഫീസിലോട്ട് ഒരു സർട്ടിഫിക്കറ്റിന് ചെല്ലുമ്പോൾ, നമ്മൾ ഇവിടുന്നേ ആലോചിച്ച് പോവുക, ഇന്ന് അവിടെ ചെല്ലുമ്പോൾ അയാൾ ഉണ്ടാവുമോ, അയാളില്ലെങ്കിൽ എനിക്കിത് കിട്ടാൻ എന്തുണ്ട് വഴി, ഇനി ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്കിത് ലഭിക്കാതിരിക്കാൻ അവരെന്തെങ്കിലും മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറയും. ആ ഓഫീസിനോട് അടുക്കും തോറും നമുക്കൊരു വല്ലാത്തൊരു ഭയം നമുക്ക് ഫീൽ ചെയ്യുന്നു. അപ്പം നമ്മുടെ ആഗ്രഹം എന്താണ്? അവിടെ ചെല്ലുമ്പോൾ നല്ല രീതിയിൽ സംഗതികളൊക്കെ ഉഷാറായിട്ട് നടക്കണം, സർട്ടിഫിക്കറ്റ് കിട്ടണം. അങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നമ്മൾ ഓക്കെ ആകും. പക്ഷെ അതിനിപ്പോഴേ ഇവിടുന്ന് തുടങ്ങും. അവിടെ ആളുണ്ടാവുമോ ഇല്ലേ, കിട്ടൂലേ, അയാൾ എന്തെങ്കിലും മുടക്ക് പറയോ, ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഇവിടുന്നേ ആലോചിച്ച് അങ്ങ് പോകും. അവിടെ ചെല്ലുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. നമ്മൾ നേരിട്ട് അപേക്ഷ കൊടുക്കുന്നു, ചിലപ്പോൾ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് തരും. ഇനി തന്നിട്ടില്ലെങ്കിൽ നമ്മളുടെ സന്തോഷവും സമാധാനവും ഒക്കെ ആദ്യമേ പോയിട്ടുണ്ട്, ഒന്നും കൂടി പോകും. നമ്മളവിടെ വയലൻ്റ് ആകും. അല്ലെങ്കിൽ നമുക്ക് പിന്നീട് ഒരിക്കലും ആ സർട്ടിഫിക്കറ്റ് കിട്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അതൊരു ബാങ്കിലോട്ടായാലും ഒരു ലോണിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണെങ്കിലൊക്കെ. അപ്പൊ ഇത്തരം ഒരു ഉത്കണ്ഠ, എന്ത് സംഭവിക്കും, എന്താണ് സംഭവിക്കുക എന്നുള്ളൊരു ഉത്കണ്ഠയാണ് നമുക്കുണ്ടാകുന്നത്. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നമ്മൾ എടുക്കാനുള്ള ഒരു കാരണം എന്താണെന്നോ, ആളുകളും സാഹചര്യങ്ങളും ഒക്കെ നമുക്ക് അനുകൂലമായിരിക്കണം എന്നുള്ള ഒരു നിലപാടാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ സന്തോഷവാനാണ്, അങ്ങനെയല്ലെങ്കിലോ ഞാൻ അസന്തുഷ്ടനാണ്. ആ അസന്തുഷ്ടൻ ആകുമോ എന്നുള്ള, കാരണം അങ്ങനെ അല്ലയോ, അങ്ങനെ ആവൂലേ, അവിടെ ആൾക്കാരുണ്ടാവൂലേ, അവരൊന്നും നമ്മളോട് നല്ല രീതിയിൽ പെരുമാറൂലേ, അല്ലെങ്കിൽ അവര് നമ്മളോട് ദേഷ്യപ്പെടുമോ, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ കൊണ്ട്, അത് സ്വത്തുവകകളെ കുറിച്ച് അല്ലേ, നമ്മളൊരു ഉത്കണ്ഠ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. കുടുംബ സ്വത്ത് നമുക്ക് കിട്ടുമോ, അല്ലെങ്കിൽ അച്ഛന് വേറെ ആർക്കെങ്കിലും എഴുതി കൊടുക്കുമോ, അല്ലെങ്കിൽ അവർക്ക് കൂടുതലാവുമോ, എനിക്ക് കിട്ടാനുള്ളത് കിട്ടൂലേ, ജോലിന്റെ കാര്യത്തിൽ ഒരു പരീക്ഷ എഴുതിയിട്ടുണ്ട്, എനിക്കത് കിട്ടുമോ, PSC പേരുണ്ടല്ലോ, അത് കിട്ടുമോ, റാങ്ക് ലിസ്റ്റ് ഉണ്ടല്ലോ, എന്താ കിട്ടൂലേ, അപ്പോഴേക്കും കാലാവധി കഴിയും, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഉത്കണ്ഠ പോലും നമുക്ക് ആവശ്യമാണ്. എങ്ങനെയാണ് ഉത്കണ്ഠ ആവശ്യമാകുന്നത്? ഉത്കണ്ഠ ആവശ്യമുള്ള രീതിയിൽ നമുക്കുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ജോലിയിൽ അത് തെറ്റിപ്പോകുമോ എന്നുള്ളൊരു ഉത്കണ്ഠ ഉള്ളത് കൊണ്ട്, അല്ലെ, തെറ്റിപ്പോകുമോ എന്നുള്ള ഒരു ഉത്കണ്ഠ ഉള്ളത് കൊണ്ട് നമ്മൾ ആ ജോലിയൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അവിടെ ഉത്കണ്ഠ ആവശ്യമാണ്. പക്ഷെ ഇത് അധികരിച്ചാൽ അത് നമ്മൾക്ക് ദോഷം ചെയ്യും. അധികരിക്കാനുള്ള ഒരു കാരണം നമ്മുടെ ജീവിത രീതിയുടെ കാരണങ്ങളാണ്. മറ്റുള്ളവരെ ആശ്രയിക്കുന്ന നമ്മൾ, മറ്റുള്ളവരെങ്ങനെയാ നമ്മളോട് നിൽക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ഹാപ്പി ആകുന്നത്. അതിനെ ആശ്രയിച്ചാണ് നമ്മൾക്ക് ഭയമില്ലാതിരിക്കുന്നത്. അതിനെ ആശ്രയിച്ചാണ് നമ്മൾ സമാധാനത്തിലായിരിക്കുന്നത്. ആ ആശ്രിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാൽ, നേരെ വിപരീതമാണ് സംഭവിക്കുന്നതെങ്കിൽ, അത് സാഹചര്യത്തിലായിക്കൊള്ളട്ടെ, വ്യക്തികളിലായിക്കൊള്ളട്ടെ, അത് സംഭവിക്കുന്നെങ്കിൽ നമ്മുടെ സന്തോഷം പോകുന്നു, നമ്മൾക്ക് ഭയം ഫീൽ ചെയ്യുന്നു, നമ്മൾ കോപാകുലരാകുന്നു. കോപാകുലർ ആകുന്നത് എന്ന് മാത്രമല്ല, കോപം എന്ന് പറയുന്ന സംഗതി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ആവശ്യമുള്ള സംഗതിയാണ്. നമ്മൾ അത് ഒന്ന് വക മാറ്റിത്തിരിക്കും. നമ്മളൊരു നീരസത്തിലോട്ടും വൈരാഗ്യത്തിലോട്ടൊക്കെ വേണ്ടി കിടക്കും. ഈ നീരസം ഉള്ള വ്യക്തികളുമായിട്ട് നമ്മുടെ ബന്ധം എന്തായിരിക്കും? നമ്മൾ നന്നായിട്ട് ചിരിക്കും, കളിക്കും, വർത്താനമൊക്കെ പറയും അവരുടെ അടുത്ത്, നീരസമുള്ള ആളുടെ അടുത്ത്. അത്തരം ആളുകൾ നമ്മളെ ചുറ്റും ഉണ്ടാവും. ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ മതി. നമ്മുടെ ഓഫീസിൽ ഉണ്ടാവും, നമ്മുടെ വീടുകളിൽ ഉണ്ടാകും, ഒക്കെ ഉണ്ടാകും നമുക്ക് നീരസമുള്ള ആളുകൾ. ഈ നീരസം എന്ന് പറയുന്ന സാധനം നമുക്ക് ആവശ്യമുള്ളതാണോ? അല്ല, നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. ഉണ്ടാക്കിയെടുക്കാനുള്ള കാരണം എന്താണ്? അവര് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലല്ല നമ്മളോട് പെരുമാറിയത്. കണ്ടില്ലേ, അവരോടുള്ള ആശ്രിതത്വം. അവര് നമ്മളോട് ഇഷ്ടപ്പെട്ട രീതിയിലല്ല നമ്മളോട് പെരുമാറിയത്. അതുകൊണ്ട് നമുക്ക് നീരസം വന്നു അവരോട്. നമ്മൾ ഉണ്ടാക്കിയെടുത്തതാ. കോപം ആവശ്യമുള്ളതാണെങ്കിൽ നീരസം നമുക്ക് ആവശ്യമുള്ളതല്ല. വൈരാഗ്യം നമുക്ക് ആവശ്യമുള്ളതല്ല. അത് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാ.
ആളുകളോടായിക്കൊള്ളട്ടെ, സാഹചര്യങ്ങളോടായിക്കൊള്ളട്ടെ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു പഞ്ചായത്ത് ഓഫീസിലേക്ക് നമ്മൾ കടന്നു ചെന്നു നമ്മൾ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷ കൊടുത്തു. അതൊരു BPL-നൊക്കെ ആണെങ്കിൽ നമ്മൾ BPL-ലല്ല, നമ്മുടെ വരുമാനമൊക്കെ നോക്കിയിട്ട് അവർ പറയാം നിങ്ങൾ BPL-ലല്ല, നിങ്ങൾക്ക് തരാൻ പറ്റില്ല സർട്ടിഫിക്കറ്റ്. ഇല്ലെങ്കിൽ വില്ലേജ് ഓഫീസ് ആയിക്കൊള്ളട്ടെ, ഇല്ലെങ്കിൽ ഒരു ബാങ്കിലോട്ട് കടന്നു ചെന്ന് ഒരു ലോണിന് അപേക്ഷിക്കുന്നു. നമ്മളുടെ മുൻകാല തിരിച്ചടവും കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ നമ്മുടെ സിബിൽ സ്കോർ താന്നിട്ടാണ്. അപ്പോൾ അവർ പറയാണ് എനിക്ക് തരാൻ പറ്റില്ല, നിങ്ങൾ സിബിൽ സ്കോറിൽ വളരെ താഴ്ന്നിട്ടാണ്. നമുക്ക് ആ ബാങ്കിനോട് നിരസം തോന്നും. നമ്മൾ പിന്നെ അതിനോടുള്ള എല്ലാ സമീപനത്തിലും അതുണ്ടാവും. കാരണം നമ്മുടെ ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ പറയാണ് എനിക്കിന്ന് ബാങ്കിൽ പോകണം എന്ന് പറഞ്ഞാൽ, നീയൊക്കെ എന്തിനാണ് ആ ബാങ്കിൽ പോണത്, വെറും നാറുകൾ അവിടെ ഇരിക്കുന്നത്, അവരൊന്നും ഒരു പൈസ ലോൺ തരാൻ പറ്റുന്ന ആൾക്കാരല്ല, ഒരു ഒലക്കമല്ല ബാങ്ക്, ആന ചേന കുതിര, ഇത് നമ്മൾ പറയും. ഇനി ഈ മതങ്ങളോടുള്ളൊരു നിരസുണ്ട്. എനിക്ക് എൻ്റെ മതത്തോട് നിരസുള്ള വ്യക്തിയാണ്. അതിൻ്റെ ഒരു കാരണം എന്താണ്, അവരെന്നോട് കുടിക്കരുത് എന്ന് പറഞ്ഞു, അവര് എൻ്റെ ജീവിതം പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞു, ജീവിതത്തെ കുറിച്ച് അവർ പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത എന്നോട് അവർ അത്തരം ചില കാര്യങ്ങൾ പറയുകയും എന്നെ മാറ്റി നിർത്തുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ആ മതത്തിനോട് നിരസമുണ്ടായി. അല്ലാണ്ട് മതത്തിന്റെ പിന്നെ ഇതിന്റെ നിയമത്തിനോട് അതിനോടൊന്നുമല്ല, ആ മതത്തിനോട് എനിക്ക് നീരസം ഉണ്ടാകുകയും അപ്പം ആ മതത്തിന്റെ ആളുകളായിട്ട് നിൽക്കുന്ന ആളുകളോട് എനിക്ക് നിരസം ഉണ്ടാകും. അപ്പൊ ഇത് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന, കാരണം ആ മതത്തിലുള്ള ആളുകൾ എന്നോട് അങ്ങനെ പെരുമാറാൻ പാടില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട്, ഒരു നിലപാട്, അല്ലെങ്കിൽ ആ മതത്തെ ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ അവർ എന്നോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, ആ പള്ളിയിൽ ഉസ്താദ് എന്നോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അതിനനുസരിച്ച് അവർ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറണം. അങ്ങനെ പെരുമാറിയിട്ടില്ലെങ്കിൽ എനിക്ക് ആ മതത്തിനോട് നിരസം വരുന്നു. ആ മതത്തിലെ പള്ളിയിൽ പിന്നെ ആളുകളോട് എനിക്ക് നിരസം വരുന്നു. അതിൽ സ്ഥിരം പോകുന്ന ആളുകളോട് എനിക്ക് നിരസം വരുന്നു. അത് ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് പറയുന്നു, എന്ത് മതം ഏത് മതം, അവരൊക്കെ കള്ളന്മാരാണ്, തലക്കെട്ടാണ്, ഇപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പൊ അത് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പൊ എനിക്ക് ആവശ്യമുള്ള ഇത്തരം വൈകാരിക തലങ്ങളെ ശരിയായ രീതിയിൽ ശരിയായ സ്ഥലത്ത്, ഇനി എൻ്റെ ഈ വൈകാരിക തലങ്ങളെ മാത്രമല്ല, എന്നോടൊപ്പമുള്ളവരുടെ വൈകാരിക തലങ്ങളെ ഞാൻ മനസ്സിലാക്കണം എന്നാ പറയുന്നത്. അപ്പൊ അവര് ഒന്ന് കോപം പ്രകടിപ്പിച്ചാൽ ഞാനത് ഏറ്റുപിടിക്കാൻ നിൽക്കരുത്. കാരണം അവരുടെ അപ്പോഴത്തെ സാഹചര്യത്തെ ഞാൻ മനസ്സിലാക്കണം. അവർക്കുണ്ടാകുന്ന ആ വികാരത്തെ ഞാൻ മനസ്സിലാക്കണം. അവർക്കത് പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരൊരു കോപം പ്രകടിപ്പിച്ചെന്ന് വിചാരിച്ചിട്ട് എനിക്ക് അവരോട് നീരസം തോന്നേണ്ട കാര്യമില്ല. അവരൊരു പിന്നെ ദുഃഖം പ്രകടിപ്പിക്കുന്ന ആളാണെങ്കിൽ, ദുഃഖം പ്രകടിപ്പിച്ചിട്ടാണ് നമ്മളോട് സംസാരിച്ചതെങ്കിൽ നമ്മൾ ആ സിറ്റുവേഷനെ നമ്മൾ മനസ്സിലാക്കണം. അവരെ പ്രകടിപ്പിച്ച വൈകാരിക തലത്തെ മനസ്സിലാക്കണം. അഥവാ എന്തുകൊണ്ടാണ് അവരങ്ങനെ എന്നോട് സംസാരിക്കുന്നത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം. അതിനെ ഞാൻ അനുകമ്പയോട് കൂടിയിട്ട് കാണണം. അപ്പൊ അവിടെ എൻ്റെ ഭാര്യ എന്നോട് ദുഃഖത്തോടു കൂടിയാണ് സംസാരിക്കുന്നതെങ്കിൽ എനിക്ക് വരുന്ന കാര്യം എന്താ, എനിക്ക് ദേഷ്യം വരിക. അന്ന് 4 വർത്താനം പിടിച്ചാണ് തെറിഞ്ഞാനായിട്ട് പറയും. അതോടുകൂടി അവളെ കരച്ചിലും നിൽക്കും, ദുഃഖവും നിൽക്കും. ഇതാണോ ഞാൻ പ്രകടിപ്പിക്കേണ്ടത്? അല്ല. ഞാൻ പ്രകടിപ്പിക്കേണ്ട കാര്യം എന്താണ്, അവൾ കരയാനോ അല്ലെങ്കിൽ സങ്കടപ്പെടാനോ ഉള്ള സിറ്റുവേഷൻ, ആ സാഹചര്യം എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി അതിനൊന്ന് കേൾക്കാൻ ഇരുന്നു കൊടുത്ത് എല്ലാം ശരിയാകുമെന്നൊരു വാക്ക് പറഞ്ഞാൽ ഒന്നും ശരിയായിട്ടില്ലെങ്കിലും അവൾക്കൊരു സമാധാനം ഉണ്ടാകും. ഞാനത് കേട്ടല്ലോ. അപ്പൊ ഈ ഒരു അവസ്ഥയല്ല എനിക്ക് ആ സമയത്ത് ഉണ്ടാകുന്നത്. എനിക്ക് നേരെ വിപരീതമാണ്. അതാണ് എനിക്ക് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ എന്നിൽ വന്നതിന്റെ കാരണം. ഇത്തരം സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ ഒന്നില്ലെങ്കിൽ അതിനോട് ഈ രീതിയിൽ പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഒന്നും പ്രതികരിക്കാതെ ആ ദുഃഖം എൻ്റെയും കൂടി അതീവ ദുഃഖമായിട്ട് ഏറ്റെടുത്തിട്ട് അതിനെ ശമിപ്പിക്കാൻ വേണ്ടി ബാറിലോട്ടോ ആയിരുന്നു ഞാൻ പോയിരുന്നത്. അങ്ങനെയല്ലേ ഒരാൾ മരിച്ചത്. ഞാനൊക്കെ ഈ പത്രത്തിൽ ചില ആളുകൾ മരിച്ചത് കണ്ടിട്ട്, പ്രത്യേകിച്ച് ചില പെൺകുട്ടികളൊക്കെ മരിച്ചത് അന്ന് പത്രത്തിലൊക്കെ അങ്ങനെ കൊടുക്കും, എന്തെങ്കിലും ആക്സിഡന്റിലോ.
അല്ലെങ്കിൽ ഒരു സിനിമാ നടി മരിച്ചാൽ മതി. ഞാൻ ആ ദുഃഖം വരും, എനിക്ക് ഭയങ്കര ദുഃഖമാണ്. ഞാൻ നേരെ ബാറിൽ പോയിട്ട് കരയുകയായി. അപ്പൊ ഇത്തരം ചില കാര്യങ്ങളുണ്ട്. ദുഃഖത്തെ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാനോ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നോ അറിയാൻ പറ്റാത്ത ഒരവസ്ഥ എനിക്കുണ്ട്. ഞാൻ നേരെ ബാറിലോട്ട് പോയി കുടിച്ചു, കുറെ അവിടെ ഇരുന്ന് കരഞ്ഞു, ഞാൻ തിരിച്ചു പോന്നു. അടുത്തൊരു ദുഃഖം വന്നപ്പോഴോ അപ്പോഴും കൈകാര്യം ചെയ്യാൻ എനിക്ക് പ്രാക്ടീസ് ചെയ്താണ് ബാറിലോട്ടാണ്. കുടിയിൽ നിന്ന് ഞാൻ വിട്ടു നിൽക്കുന്നു. എനിക്കൊരു ദുഃഖം വന്നു, എൻ്റെ ഭാര്യ എന്നോട് എനിക്കൊരു ദുഃഖം വന്നോട്ടെ, എൻ്റെ ഭാര്യയ്ക്കോ എൻ്റെ ഫാമിലിയിലോ ആർക്കെങ്കിലും ഒരു ദുഃഖം വന്നോട്ടെ, ഞാൻ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ പലപ്പോഴും അവരെ കേൾക്കാനോ അവരെ ആശ്വസിപ്പിക്കാനോ പ്രശ്നം എന്തെന്നറിയാനോ ഇതിനൊന്നും നിൽക്കാതെ ഞാൻ അവരോട് ദേഷ്യപ്പെടുന്നു. അപ്പോൾ ഇതിനെ ഞാൻ ശരിയായിട്ട് ഞാൻ മനസ്സിലാക്കണം. എൻ്റെ പ്രശ്നം എന്താ, എനിക്ക് ഉണ്ടാകുന്ന വികാരത്തെ ഞാൻ മനസ്സിലാക്കുക എന്നുള്ളതാണ്. എനിക്ക് ദേഷ്യം വന്നു, ഓക്കെ, എനിക്ക് ദേഷ്യം വരേണ്ട ഒരാളാണ് ഞാൻ. ദേഷ്യം വരേണ്ട സാഹചര്യമാണോ, അതിനെക്കുറിച്ച് ഞാനൊന്ന് നോക്കണം. എനിക്കിപ്പോൾ ദേഷ്യം വരേണ്ട ഒരു സാഹചര്യമാണോ ഇപ്പോഴുള്ളത്? ഓഫീസിലോട്ട് ഞാൻ കടന്നു ചെല്ലുന്നു, എനിക്കിഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ അവിടെ സംഭവിച്ചു, അതിൽ ഞാൻ ദേഷ്യപ്പെടേണ്ട ആളാണ്. ഞാൻ പെട്ടെന്ന് അതിനോട് പ്രതികരിക്കാതെ ഞാൻ ഇതൊന്ന് ആലോചിക്കണം. എനിക്ക് എന്ത് വികാരമാണ് ഇപ്പൊ കടന്നു വരുന്നത്? ഓക്കെ, എനിക്ക് ദേഷ്യമാണ് കടന്നു വരുന്നത്. ദേഷ്യപ്പെടാനുള്ളൊരു സാഹചര്യമാണോ ഇപ്പോഴെൻ്റെ മുമ്പിലുള്ളത്? ഞാൻ അതിനെ ഒന്ന് ആലോചിക്കണം. അപ്പൊ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു ദേഷ്യവും പെടേണ്ട ആവശ്യമില്ല, ഒരു ദേഷ്യവും പ്രകടിപ്പിക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടാവില്ല. അവിടെ എന്തെങ്കിലും ഞാൻ വിചാരിച്ചതുപോലെ അല്ല നടന്നതെങ്കിൽ, ഞാൻ ചെല്ലുമ്പോൾ ഞാൻ വിചാരിച്ചതുപോലെ അല്ല നടക്കുന്നതെങ്കിൽ, അത് നടത്താൻ ഇനിയും സമയമുണ്ടെങ്കിൽ നടത്താം. ഇല്ലെങ്കിൽ ഞാൻ ഒന്ന് ദേഷ്യം പിടിച്ചത് കൊണ്ട് മാത്രം അതിനെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അതിന് ദേഷ്യം പിടിക്കാം. ഓക്കെ, ഒരു മേലുദ്യോഗസ്ഥനാണ് ഞാനെങ്കിൽ, ആ ഒരു ഓഫീസിലെ മേലുദ്യോഗസ്ഥനാണ് ഞാനെങ്കിൽ, ദേഷ്യം പിടിച്ചത് കൊണ്ട്, ദേഷ്യം പിടിച്ച് സംസാരിച്ചത് കൊണ്ടോ അവരെ വഴക്ക് പറഞ്ഞത് കൊണ്ടോ അതിനൊരു മാറ്റം ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കുകയാണെങ്കിൽ ഓക്കെ, എനിക്കത് ചെയ്യാം. പക്ഷെ അത് ഞാൻ ചെയ്യുകയും അത് ആവുകയും ചെയ്തിട്ട് എനിക്ക് അവരെ വഴക്ക് പറഞ്ഞതിൽ എനിക്കൊരു വേണ്ടില്ലായിരുന്നു എന്നൊരു തോന്നലുണ്ടാകും ചിലപ്പോൾ. അല്ലേ? ഒരു മധ്യസ്ഥനെ സംബന്ധിച്ച് ഒരു പ്രശ്നമാണത്. എനിക്ക് ഒരു തോന്നൽ വരും, എന്നെ ആരെങ്കിലും ചീത്ത പറഞ്ഞാലും എനിക്കൊരു തോന്നൽ, ഒരു സങ്കടം വരും, വേണ്ടില്ലായിരുന്നു എന്ന്. ഞാൻ ആരെങ്കിലും വഴക്ക് പറഞ്ഞാലും എനിക്ക് തോന്നും, വേണ്ടില്ലായിരുന്നു, പറയേണ്ടില്ലായിരുന്നു. അപ്പൊ ഇതിനെ ശരിയായ രീതിയിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതാണെങ്കിൽ ദേഷ്യം പിടിക്കേണ്ട സ്ഥലത്ത് ദേഷ്യം പിടിക്കാനും, ദേഷ്യം പിടിക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് ദേഷ്യം പിടിക്കാതിരിക്കാനും നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ ഈ ദേഷ്യം എന്ന് പറയുന്ന വികാരത്തെ വേണ്ടതുപോലെ വിനിയോഗിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ലൊരു കാര്യം എടുത്തുചാട്ടം ഒഴിവാക്കുക. നമ്മൾ പലപ്പോഴും നമ്മളിൽ പറ്റുന്ന ഒരു അപകടം, ഒരു അബദ്ധം അതാണ്. കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മൾ എടുത്തു ചാടി അതിൽ ഇടപെടും, വഴക്ക് പറയും. ഇതിനാണ് നമ്മളോട് പറഞ്ഞ ഒരു സ്പോട്ട് ഇൻവെന്ററി എടുക്കുക. ഇത്തരം സാഹചര്യങ്ങളിൽ ഞാനിപ്പോൾ ദേഷ്യം പിടിച്ചത് കൊണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ ദേഷ്യം പിടിച്ചത് കൊണ്ട് എന്തെങ്കിലും ഒരു മെച്ചം അതിനുണ്ടോ? ദേഷ്യം പിടിച്ചത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? അത് എന്നെയും ബാധിക്കാത്ത പ്രശ്നമായിരിക്കണമല്ലോ ഞാൻ ചെയ്യുമ്പോൾ. എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാനുണ്ടോ? ഇല്ലെങ്കിൽ അത് അവഗണിക്കേണ്ടതാണോ ആ വിഷയത്തെ? അല്ലെങ്കിൽ ഇതിനെ ഞാൻ നേരിടേണ്ടത് മറ്റേതെങ്കിലും രീതിയിലാണോ? ഇല്ലേ? ചിലപ്പോൾ കാണാലോ നമുക്ക്, ദേഷ്യം പിടിക്കേണ്ട സ്ഥലത്ത് സാഹചര്യത്തെ അനുസരിച്ച് ഇപ്പൊ കുട്ടികൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നേരത്തെ ആരോ പറഞ്ഞു ഷെയറിങ്ങിൽ മകളെ എന്തോ ഒരു പ്രശ്നം സംഭവിച്ചപ്പോൾ അവളോട് ദേഷ്യം പിടിച്ചു എന്നുള്ളത്. നമുക്ക് പെട്ടെന്ന് ദേഷ്യം കടന്നു വരിക, നമ്മൾ അതങ്ങ് പ്രകടിപ്പിക്കുകയും ചെയ്യും. ചിലപ്പം വളരെ നമ്മൾ അവളുടെ അടുത്തേക്കോ കുട്ടികളുടെ അടുത്തേക്ക് ചെല്ലും. ചിലപ്പം പിടിച്ചാൽ കിട്ടാണ്ട് ഒന്നും നുള്ളുകയോ അല്ലെങ്കിൽ അടിക്കുകയോ നമ്മൾ ചെയ്യും. നമ്മളൊന്ന് സമാധാനിച്ച് ആ സിറ്റുവേഷനെ ഒന്ന് മനസ്സിലാക്കി, എന്തുകൊണ്ടാണ് കുട്ടി, നമ്മൾ എപ്പോഴും
നമ്മുടെ ഭാഗത്തു നിന്നാണോ മറ്റുള്ളവരെ കാണുന്നത്? ഞാനാണെങ്കിൽ ചെയ്യൂല എന്നുള്ളതാ. കുട്ടികൾ എന്തെങ്കിലും ഇത് ചെയ്തു കഴിഞ്ഞാൽ അവൾ അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. മറ്റാരും അത് ചെയ്യൂല്ലോ, നീ എന്താ അത് ചെയ്തത്? അപ്പൊ അതിനുള്ളൊരു ശിക്ഷയായിട്ടാണ് നമ്മൾ ചെല്ലുക. പക്ഷെ അത് കുട്ടികളുടെ കണ്ണുകൊണ്ട് കുട്ടികളെ കാണണം. കുട്ടികളെ മാത്രമല്ല, ഏതൊരു വ്യക്തിയെയും അവരുടെ കണ്ണുകൊണ്ട് കണ്ടാൽ നമുക്ക് ഈ ദേഷ്യം പിടിക്കലുണ്ട്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കുറെ ഒഴിവായി പോകും. ഒരു കുട്ടി അവന്റെ കളിപ്പാട്ടം നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ കേട് വന്നാൽ ആ കുട്ടി കരയും. നമ്മൾ എന്നിട്ട് ചോദിക്കുന്നത് എന്താണ്? ഒരു കളിപ്പാട്ടം നഷ്ടപ്പെട്ടത് കൊണ്ടാണോ നീ ഇത്ര കരയുന്നത്? എടുത്തോണ്ട് പോടാ നിന്റെ കോപ്പിലെ കളിപ്പാട്ടം. 4 ചീത്ത അവനെയായിട്ട് പറഞ്ഞു. അപ്പൊ നമ്മളുടെ കണ്ണുകൊണ്ടാണ് നമ്മൾ അതിനെ കണ്ടത്. കാരണം ഒരു ചെറിയ കുറഞ്ഞ പൈസന്റെ ഒരു കളിപ്പാട്ടാണ്, അത് വീണ്ടും വാങ്ങിച്ചാൽ പോരെ? അല്ലെങ്കിൽ അതിനെന്തിനാ അവൻ ഇപ്പൊ കരയേണ്ട ആവശ്യം? വേറെ എന്തെങ്കിലും എടുത്ത് കളിച്ചാൽ പോരെ? നമ്മള് അവന്റെ കണ്ണുകൊണ്ട് അതിനെ കണ്ടാലോ? അവന്റെ കണ്ണുകൊണ്ട് അതിനെ കണ്ടാൽ ആ സിറ്റുവേഷനെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഒരു വാഹനം കേടുവന്ന അതേ സങ്കടം തന്നെ അവൻക്ക് അവന്റെ കളിപ്പാട്ടമായിട്ടുള്ള ആ വാഹനം കേടുവന്നാലുണ്ടാകും. അത് മനസ്സിലാക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് അവനോടുള്ള ആ ഒരു മനോഭാവത്തിൽ മാറ്റം വരും. അവിടെ ദേഷ്യം പിടിക്കുന്നതിന് പകരം നമ്മൾ പറയും, സാരമില്ല മോനെ, നമുക്ക് പുതിയതൊന്ന് വാങ്ങാം, ഇല്ലെങ്കിൽ ഇതൊന്ന് നന്നാക്കാം, അല്ലെങ്കിൽ അച്ഛനും കൂടി കൂടാം. ഇതുപോലെയാണ് പല കാര്യങ്ങളും നമ്മൾ അവരുടെ കണ്ണുകൊണ്ട് അവരെ കാണുക എന്ന് പറയുന്നത്. നമ്മളുടെ കണ്ണുകൊണ്ട് അവരെ കാണുന്നത് ഒഴിവാക്കി അത് ആളുകളെയൊക്കെ, മുതിർന്നവരെയും കുട്ടികളെയും ഒക്കെ. അപ്പൊ കുട്ടികളോട് കൂടുതലായിട്ട് നമ്മൾ അത്തരം ഒരു രീതി നമ്മൾ സമീപിച്ചാൽ, കാരണം വഴക്ക് പറയേണ്ടതാണെങ്കിൽ പോലും ചിലപ്പോൾ സ്നേഹത്തോട് കൂടിയിട്ടുള്ള ഒരു ഉപദേശമോ ശാസനയോ ഇതൊക്കെ നമുക്ക് പ്രയോഗിക്കാൻ പറ്റും. ഒന്നില്ലെങ്കിൽ ഒരു ദിവസം നമ്മളൊന്ന് അവരെടുത്ത് മിണ്ടാതിരിക്കുക, എന്നിട്ട് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക, എന്തുകൊണ്ടാണ് ഞാൻ മിണ്ടാത്തത്? എനിക്ക് നീ ചെയ്ത ആ പ്രവൃത്തിയിൽ സങ്കടം വന്നു, എൻ്റെ അച്ഛനല്ലേ ഞാൻ, എനിക്ക് സങ്കടം വന്നു, അതുകൊണ്ട് ഞാൻ ഇന്ന് നിന്നോട് മിണ്ടില്ല. ഇത് പറഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് അവരുമായിട്ട് വീണ്ടും ചങ്ങാത്തത്തിലാകാം. ഇനി നമ്മളെടുത്ത് എന്തെങ്കിലും ഒരു അബദ്ധം ഇതേപോലെ ദേഷ്യം പ്രകടിപ്പിച്ച് നമ്മൾ വഴക്കിട്ടു, അവളെ നുള്ളി അടിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു, നമുക്കാണ് ഏറ്റവും കൂടുതൽ സങ്കടം. നേരത്തെ പറഞ്ഞതുപോലെ എന്നെയൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഉപ്പ വല്യുപ്പയൊക്കെ തല്ലിയിട്ട് അന്ന് മിഠായി കൊണ്ടുത്തരും. അപ്പൊ പിന്നെ ഞാൻ ഈ തല്ല് കിട്ടാൻ വേണ്ടിയിട്ട് നിൽക്കും, കാരണം അങ്ങനെയെങ്കിലും മിഠായി കിട്ടുമല്ലോ എന്ന് ആലോചിച്ചിട്ട്. അപ്പൊ അടിച്ച അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാകുന്നത്. അപ്പൊ ഈ വഴക്ക് പറയുമ്പോൾ നമുക്ക് പറയാം സോറി, അല്ലേ? പല ആൾക്കാരുടെ അടുത്ത് നമ്മൾ അറിയാതെ നമ്മൾ ചിലപ്പം വഴക്ക് പറയുകയോ കോപിക്കുകയോ ചിലപ്പോൾ കുട്ടികളെ ഒന്ന് തല്ലുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ട്, ഇനി ഞാനിത് ആവർത്തിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കും. അത് അവർക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമാണ്. ഒപ്പം നമുക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുകയും വീണ്ടും അത്തരം തെറ്റുകൾ പറ്റാതിരിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള ഒരു കാര്യം കൂടിയാണ് ആ ഒരു ക്ഷമ പറച്ചിൽ. നമ്മളോട് പറഞ്ഞതാ, ഒരു സ്വയം വിലയിരുത്തൽ നമ്മൾ നടത്തുമ്പോൾ ഒരു സ്പോട്ട് ഇൻവെന്ററി നമ്മൾ ഇത്തരം സിറ്റുവേഷനുകളിൽ നമ്മൾ എടുക്കണം, നമ്മുടെ വൈകാരിക സുബോധത്തിന് വേണ്ടിയിട്ട്. അത് ദേഷ്യപ്പെടലിലായിക്കൊള്ളട്ടെ, ദുഃഖത്തിലായിക്കൊള്ളട്ടെ, നിരാശയിലായിക്കൊള്ളട്ടെ, ഇല്ലേ? നമ്മൾ ഇപ്പം ആരെങ്കിലും മരിച്ചു, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചു, നമുക്ക് വേണ്ടപ്പെട്ട ആരോ ഒന്ന് മരണപ്പെട്ടു, നമ്മൾ എല്ലാ സമയത്തും ദുഃഖത്തിൽ അങ്ങിരിക്കേണ്ട ആളാണ്, ഇല്ലേ? നമ്മുടെ ഭാര്യ മരിക്കേണ്ടതാണെങ്കിൽ, മരിക്കേണ്ട ചില രോഗങ്ങളൊക്കെ വന്ന് മരണപ്പെട്ടു പോകുന്നു, പെട്ടെന്ന് തന്നെ മരണപ്പെട്ടു പോയാൽ നമ്മളതിൽ നിന്ന് റിക്കവറി ആകണം. നമ്മൾ റിക്കവറി ആയിട്ടില്ലെങ്കിലോ നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്ന കുറേ ആളുകൾ ആ വീട്ടിൽ വേറെയുണ്ട്, അവരൊക്കെ എന്തായി പോകും, ഇല്ലേ? അവരുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് അവർക്ക് ഭക്ഷണങ്ങൾ, അവരുടെ വസ്ത്രങ്ങൾ, ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ നമ്മൾ ജോലിക്ക് പോകണം. എനിക്കറിയാവുന്ന ഒരാളുടെ, അയാൾ ആൽക്കഹോളിക് ഒന്നല്ല, എത്രയോ വർഷങ്ങളായിട്ട് അയാളുടെ ഭാര്യ മരണപ്പെട്ടു പോയി.
ഓക്കെയാണ്, ഭാര്യനോട് സ്നേഹമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ കുഞ്ഞാകുന്നത് മുതൽ അയാളുടെ മക്കളെ അമ്മയില്ലാതെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇപ്പോഴും അദ്ദേഹത്തിനോട് നമ്മൾ സംസാരിക്കുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കാര്യം പറയും, അവളോടുള്ള സ്നേഹം പറയും. എന്നിട്ട് അയാൾ കരയാൻ തുടങ്ങും. അയാൾ വേറെ പണിക്കൊന്നും പോകുന്നില്ല. പിന്നെ എങ്ങനെ മക്കളെ സംരക്ഷിക്കുന്നു? ഉള്ളത് കൊണ്ട് സംരക്ഷിച്ചു പോകുന്നു എന്നുള്ളത്. അതേസമയം ആ ദുഃഖത്തിൽ നിന്നൊക്കെ മോചിതനായി. കാരണം ഇത് എൻ്റെ നിയന്ത്രണത്തിൽ പെട്ടതല്ല. കാരണം നമ്മുടെ നിയന്ത്രണത്തിൽ പെട്ടതല്ലെങ്കിൽ പിന്നെ നമ്മൾ അതുമായിട്ട് പൊരുതിയിട്ട് എന്താ കാര്യം? അപ്പൊ അത്തരം ചില കാര്യങ്ങളെ നമ്മുടെ ദുഃഖത്തിന് പരിഹാരം എന്ന രീതിയിൽ നമ്മൾ പല പരിഹാരങ്ങളും ഒക്കെ അതിനുണ്ടാകും നമ്മുടെ ദുഃഖത്തെ മാറ്റാൻ. അപ്പൊ അത് അങ്ങനെ നമ്മൾ പരിശീലിക്കേണ്ടതാണ്. നമ്മളുടെ പ്രശ്നത്തെ നമ്മൾ മനസ്സിലാക്കുകയും ആ ദുഃഖത്തിൽ നിന്ന് തന്നെ, അത്തരം ദുഃഖങ്ങളിൽ നിന്ന്, ചെറിയ ദുഃഖങ്ങൾ മുതൽ വലിയ ദുഃഖങ്ങളിൽ നിന്ന് വരെ നമ്മൾ മാറേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇല്ലെങ്കിൽ എല്ലാ കാലത്തും അതിലിങ്ങനെ ആണ്ടിറങ്ങി ഒരു പണിയും ചെയ്യാൻ പറ്റാതെ, ഒരു കാര്യത്തിൽ നിൽക്കാതെ നമ്മൾ മറ്റുള്ളവരെ കൂടി ബുദ്ധിമുട്ടിലാക്കി മുന്നോട്ട് പോയാൽ അത് നമ്മുടെ സുബോധാവസ്ഥയ്ക്ക്, വൈകാരിക സുബോധാവസ്ഥയ്ക്ക് കോട്ടം തട്ടും. ഇനി നിരാശകൾ, അല്ലേ? കഴിഞ്ഞതിനെ കുറിച്ചുള്ള നിരാശകളൊക്കെ ഉണ്ടാകും. നമ്മളെപ്പോഴും നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ കാല ജീവിതത്തിന്റെ വാതിൽ കുട്ടി അടക്കുകയല്ല വേണ്ടത്, അവിടെ ചാരിയിടുക. നിരാശകൾ എന്ന് വെച്ചാൽ ഇന്നലകളാണ്, കഴിഞ്ഞു പോയതാണ്. അതിനൊന്നും നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിൽപ്പെട്ടതല്ല. അതൊക്കെ കഴിഞ്ഞു പോയി. പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? അതിലിങ്ങനെ മുങ്ങിത്താന്ന് ഏകാന്തനായിട്ട് ഇരുന്നിട്ട് വീണ്ടും ആലോചിച്ച് നഷ്ടപ്പെട്ടതിനെ കുറിച്ച്, അല്ലെ? എന്തൊക്കെ നഷ്ടപ്പെടലുകൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, ജീവിച്ച നമ്മുടെ ഒരു പഴയ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നല്ലൊരു ജോലി, നല്ലൊരു സുഹൃത്ത് ബന്ധങ്ങൾ, ബിസിനസ്സുകൾ, ആരോഗ്യം, സ്റ്റാറ്റസ്, അല്ലെ? പദവികൾ, ഇതൊക്കെ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അതിനെ ഒന്നും തിരിച്ചു കിട്ടുന്നതല്ലല്ലോ, നമ്മുടെ നിയന്ത്രണത്തിൽ വരുത്താൻ പറ്റുന്നതല്ലല്ലോ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളുക. എന്തുകൊണ്ടാണ് അതൊക്കെ സംഭവിച്ചത്? അതിന് നമ്മുടേതായ കാരണങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ ഒന്ന്, നമ്മുടെ മദ്യാസക്തി എന്ന് പറയുന്നത് ഉണ്ടാകാം. ഇല്ലെങ്കിൽ ചിലപ്പം നമുക്ക് ലഭിക്കാൻ പറ്റാത്തതാകാം. ലഭിക്കാതിരിക്കുന്ന ചില സംഗതികളുണ്ടല്ലോ. നമുക്ക് പല ആഗ്രഹങ്ങളുണ്ട്, പലതും ആകണമെന്ന് ആഗ്രഹമുണ്ട്. ഇതൊന്നും ചിലപ്പോൾ നടന്നെന്ന് വരില്ല. അങ്ങനെയൊന്നും നടക്കാനും പാടില്ല. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമാണ്. ജീവിതത്തിന്റെ ആവാസ വ്യവസ്ഥ തന്നെ നഷ്ടപ്പെട്ടു പോകില്ലേ? എല്ലാവർക്കും ലോട്ടറി അടിക്കണം എന്നുണ്ട്. ഏത് ലോട്ടറി? ഏതെങ്കിലും ഒരു ബമ്പർ അടിക്കണം എന്നുണ്ട്. എല്ലാവർക്കും അടിക്കുമോ? ബമ്പറിന്റെ ഒന്നാം സമ്മാനം ഒരാൾക്കല്ലേ അടിക്കും. അതുപോലെയൊക്കെ തന്നെയാ. അത് നമുക്കുള്ളതല്ല, അത് വേറെ ആർക്കും ഉള്ളതാണ്. അപ്പൊ അത്തരമൊരു മനോഭാവത്തിലേക്ക് നമ്മൾ എത്തുക. കാരണം കഴിഞ്ഞത് നിരാശയിൽ ആണ്ടിരിക്കേണ്ട ആളല്ല. അതിനെ കുറിച്ച് മനസ്സിലാക്കുക. നഷ്ടപ്പെട്ടത് എന്ത് കാരണത്താലാണ്? എൻ്റെ ജീവിത രീതി കൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ ആ ഒരു ജീവിത രീതി ഞാൻ ഉപേക്ഷിച്ച് പുതിയൊരു ജീവിത രീതിയെ ഞാൻ സ്വീകരിക്കുന്നു. ആ സ്വീകരിക്കുന്ന ജീവിത രീതിയിൽ വീണ്ടും ഞാനത് പ്രാവർത്തികമാക്കാൻ നോക്കുമ്പോൾ അത് ഫലിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് അത് കൊട്ടിയടക്കുകയല്ല, ചാരിയിടുക. ചിലപ്പോൾ അതിനെ ഒന്ന് തുറന്നു നോക്കിയിട്ട് ഒന്ന് നോക്കേണ്ടി വരും. എന്തിന്? പാളിച്ചകൾ വീണ്ടും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഏത് സമയത്തായാലും മുങ്ങിത്താന്നിരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. മറ്റൊന്ന് കുറ്റബോധങ്ങളൊക്കെയാണ്. നമ്മുടെ വൈകാരിക തലത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലാക്കുന്ന സംഗതികളാണ് കുറ്റബോധങ്ങൾ. കഴിഞ്ഞ കാല ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ, ചെയ്യാൻ പാടില്ലാത്തവ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരും. അത് നമ്മളെ ഏകാന്തതയിൽ ഇരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കടന്നു വരിക. അതും ഇന്നലകളാണ്. കുറ്റബോധങ്ങൾ എന്നൊക്കെ വെച്ചാൽ ഇന്നലകളാണ്, ഇല്ലേ? ചെയ്തു കഴിഞ്ഞു പോയതാ. അതിൽ മുങ്ങിത്താന്നിങ്ങനെ ഇരിക്കുകയാണോ വേണ്ടത്? നമ്മുടെ സുബോധാവസ്ഥയ്ക്ക് നഷ്ടപ്പെടും. ഏത് സുബോധാവസ്ഥ? വൈകാരിക സുബോധാവസ്ഥ നഷ്ടപ്പെടും. കുറ്റബോധത്തിൽ ഏകാന്തനായിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? വിഷാദ രോഗം പിടിപെടും. അപ്പൊ മാനസികമായിട്ടുള്ള സുബോധാവസ്ഥയും നഷ്ടപ്പെടും. അപ്പൊ അതിനെ ശരിയായിട്ട് നമ്മൾ മനസ്സിലാക്കും. എൻ്റെ രോഗാവസ്ഥയുടെ ഒരു ഭാഗമാണ് ഈ കുറ്റബോധം വീണ്ടും വീണ്ടും എന്നിൽ കടന്നു വരുന്നത്. അതില്ലാതാക്കാൻ നമുക്ക് പറഞ്ഞു തന്ന ഒരു വഴിയുണ്ട്.
അത്തരം കുറ്റബോധം, കുറ്റങ്ങൾ ചെയ്താലല്ലേ അവർ കുറ്റബോധങ്ങൾ ഉണ്ടാകും. അത്തരം കുറ്റങ്ങൾ ചെയ്ത ആളുകളോട് നമ്മൾ പ്രായശ്ചിത്തം ചെയ്യുക എന്നുള്ളത്. മറ്റൊന്ന്, ഇനി അത്തരം കുറ്റബോധത്തിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യങ്ങളും വാക്കുകളോ പ്രവർത്തികളോ സാഹചര്യങ്ങളോ ഒന്നും ഈ ഒരു നിമിഷത്തിൽ എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഈ ഒരു നിമിഷത്തിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും. കാരണം ഇന്ന് നമ്മൾ ഏതെങ്കിലും അത്തരം കുറ്റബോധം വരുത്തുന്ന ഒരു സാഹചര്യം, സന്ദർഭമോ വാക്കുകളോ പ്രവൃത്തികളോ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴല്ല സംഭവിക്കുക. എത്രയോ കാലങ്ങളോ എത്രയോ ദിവസങ്ങളോ മാസങ്ങളോ കഴിഞ്ഞിട്ടായിരിക്കും അത് സംഭവിക്കുന്നത്. അങ്ങനെയാണല്ലോ നമ്മൾ പണ്ടെന്നോ ചെയ്തൊരു കാര്യത്തിൻ്റെ കുറ്റബോധമാണ് ഇപ്പം നമ്മളെ നീട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി എൻ്റെ ജീവിതത്തിൽ ഇനി മുമ്പോട്ട് വരുന്ന കാര്യത്തിലും ഒരു കുറ്റബോധത്തിനും ഇട കൊടുക്കാത്ത വിധത്തിൽ ഈ ഒരു നിമിഷം ഞാൻ ജീവിക്കും എന്നുള്ളതാണ് വൺ ഡേ അറ്റ് എ ടൈം എന്ന് പറയുന്നത്. ഈ ഒരു നിമിഷത്തിൽ ഞാൻ ജീവിക്കും എന്നുള്ളത്. അല്ലാതെ ഈ കുറ്റബോധവും പേറി ജീവിതകാലം മുഴുവൻ ജീവിക്കുക എന്നല്ല. കുറ്റബോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ആ കുറ്റം ചെയ്തവരെടുത്ത് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രായശ്ചിത്തം നമ്മൾ ചെയ്യുക എന്നുള്ളത് എയുടെ ജീവിത രീതിയിൽ പറഞ്ഞത്. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും കുറ്റബോധത്തിലാവും. ആരെങ്കിലും ഒരാളുടെ പണം പറ്റിച്ചിട്ടുണ്ടെങ്കിൽ, ആരോടെങ്കിലും പരിഹാസ രൂപത്തിലോ അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള കാര്യങ്ങളോ പറഞ്ഞു വരുത്തിയിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മുടെ ഭാര്യയുടെ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ അടുത്തൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ മറച്ചു വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ നമ്മളെ കുറ്റബോധത്തിലോട്ട് നമ്മളെ വീണ്ടും വീണ്ടും എത്തിക്കും. അപ്പൊ അതിന് പ്രായശ്ചിത്തം ചെയ്യുക എന്നുള്ള, അതോട് കൂടിയിട്ട് നമ്മൾ അതിൽ നിന്ന് മോചിതരാകും. ഇത് പ്രായശ്ചിത്തം ചെയ്യുന്നത് അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാനല്ല. ഞാൻ എൻ്റെ ഭാര്യനോട് ഞാൻ പ്രായശ്ചിത്തം ചെയ്യുന്നുണ്ടെങ്കിൽ അവള് മനസമാധാനത്തോട് കൂടിയിട്ട് ജീവിക്കാനല്ല, എനിക്ക് മനസമാധാനത്തോട് കൂടിയിട്ട് ജീവിക്കാനാണ്. എനിക്ക് കുറ്റബോധം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്തരം വൈകാരിക തലങ്ങളിൽ നമുക്കുണ്ടാകുന്ന ആ ഒരു പ്രശ്നങ്ങളെ നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുകയും അതിനോട് വേണ്ട രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ചിലപ്പോൾ ദേഷ്യം പ്രകടിപ്പിക്കേണ്ടിടത്ത് പ്രകടിപ്പിക്കേണ്ടി വരും, ഭയം പ്രകടിപ്പിക്കേണ്ടിടത്ത് പ്രകടിപ്പിക്കേണ്ടി വരും, ഉത്കണ്ഠ ഉണ്ടാകേണ്ട സ്ഥലത്ത് ഉണ്ടാകേണ്ടി വരും. ഇതൊക്കെ നമുക്ക് വേണ്ടി വരും. എല്ലാ സമയത്തും സുഖത്തിലോ സമാധാനത്തിലോ സന്തോഷത്തിലോ അല്ല മനുഷ്യര് ജീവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം എല്ലാ സമയത്തും സുഖത്തിലും സന്തോഷത്തിലും നമ്മൾ വിചാരിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നാണെങ്കിൽ അതിനൊരു സുഖം ഉണ്ടാവില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കി. നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ നിമിഷങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ സങ്കടത്തിൽ നിന്നപ്പോഴാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു സന്തോഷം അനുഭവിച്ചത്. നമ്മളെപ്പോഴും ചൂട് കാലാവസ്ഥയിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് തണുപ്പിലോട്ട് എത്തുമ്പോഴാണ് ആ തണുപ്പിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാകുന്നത്. അത് നല്ല ചൂടിൽ നിൽക്കുമ്പോഴാണ് ആ തണുപ്പിൽ, ഇല്ലേ? നമ്മൾ വെയിലുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളൊരു ഫാനിൻ്റെ ചൂട്ടിലോട്ട് ചെന്നാൽ നമുക്ക് വല്ലാത്തൊരു സുഖം അനുഭവിക്കും. അത് ഫീൽ ചെയ്യും, നമുക്ക് ആ ഒരു തണുപ്പ് ഫീൽ ചെയ്യും. എ സിയിലോട്ട് കയറി കഴിയുമ്പോൾ എ സിൻ്റെ തണുപ്പ് ഫീൽ ചെയ്യും. അതിൻ്റെ കാരണം എന്താ? ഫുൾ ടൈം എ സിയിൽ നിൽക്കുകയാണെങ്കിലോ നമുക്ക് ആ ഒരു സുഖം ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇല്ലാതെയായി പോകും. ഇതുപോലെ തന്നെയാണ് ഒരു സുഖം അനുഭവിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേ നമുക്കൊരു ദുഃഖം കടന്നു വരും. ഒരു സന്തോഷത്തെ അനുഭവിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴേ ഒരു സങ്കടം കടന്നു വരും. ഈ സങ്കടം കടന്നു വരുമ്പോൾ നമ്മൾ അയ്യേ ഇതെന്താ ഇങ്ങനെ, ആകെ തകർന്നു തരിപ്പണായി പോകല്ലോ എന്ന് വിചാരിച്ചാലും അല്ല. ഈ സുഖത്തിന് ശേഷം ഒരു സങ്കടം നമുക്ക് വന്നിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ആ സുഖത്തിന്റെ വില അറിയാൻ പറ്റില്ല. ഞാൻ വയനാട്ടുകാരനാണ്. അപ്പൊ വയനാട്ടിൽ തണുപ്പുള്ള സമയത്ത്, അല്ലേ, വയനാട്ടിൽ പൊതുവെ ഒരു തണുപ്പുള്ള ഒരു സമയങ്ങളൊക്കെ, അപ്പൊ ഞാൻ ഇവിടുന്ന് ചുരം ഇറങ്ങി നേരെ താഴെ ചെല്ലുമ്പോൾ നല്ല ചൂട് എനിക്ക് അനുഭവപ്പെടും. അത് ഈ തണുപ്പിൽ നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് ആ ചൂട് അനുഭവപ്പെടുന്നത്. ഇവിടെയും അതേ ചൂടാണെങ്കിലോ എനിക്ക് സാധാരണ ഒരു കാലാവസ്ഥ പോലെ അത് തോന്നും. അപ്പൊ ഇതുപോലെ സങ്കടങ്ങൾ ഉണ്ടാകും, ദുഃഖങ്ങൾ ഉണ്ടാകും, ദുരിതങ്ങൾ ഉണ്ടാകും,
ഈ ദുരിതമൊക്കെ ദൈവം തരുന്നത് എന്തിനാണ്? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചില പാഠങ്ങളാണ്. ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളാണെങ്കിലോ, നമ്മളായിട്ട് ഉണ്ടാക്കി വെച്ച ചില പ്രശ്നങ്ങളെ കൊണ്ട് നമ്മൾ ദുരിതത്തിൽ വരും. കാരണം എപ്പോഴും സന്തോഷവാനായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ, അല്ലേ, സന്തോഷത്തിന്റെ ഒരു ഭാഗമാണ് സാമ്പത്തികം. സാമ്പത്തികം നമ്മുടെ കയ്യിൽ യഥേഷ്ടം ഉണ്ടെങ്കിൽ നമ്മൾ സന്തോഷവാനാകും. അപ്പൊ അത് ഉണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യും? കുറേ ലോണുകൾ എടുക്കും, കടങ്ങൾ വാങ്ങിക്കും. ഇതൊക്കെ വാങ്ങിയ ലോണും കടങ്ങളും ഒക്കെ എടുത്ത് ലാസ്റ്റ് അത് തിരിച്ചടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന നമ്മളായിട്ട് ഉണ്ടാക്കി വെക്കുന്ന ചില ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഉണ്ട്. അതങ്ങനെയല്ല ജീവിതം എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾക്ക് നമ്മളോടൊപ്പം ആരൊക്കെ ഉണ്ടോ, നമ്മളുടെ അടുത്ത് എന്തൊക്കെ ഉണ്ടോ, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷത്തോട് കൂടിയിട്ട് ജീവിക്കാൻ പറ്റുമോ? അതിൽ ചിലപ്പോൾ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ കടന്നു വരുന്നുണ്ടോ? അതൊക്കെ ഈ ജീവിതയാത്രയുടെ ഒരു ഭാഗമാണ്. എല്ലാവരും അനുഭവിക്കേണ്ടതാണ്. ഞാനായിക്കൊള്ളട്ടെ, അംബാനി ആയിക്കൊള്ളട്ടെ, എത്ര വലിയ കോടീശ്വരനായിക്കൊള്ളട്ടെ, എത്ര വലിയ കുടുംബങ്ങളിലുള്ള ആളുകളായിക്കൊള്ളട്ടെ, എത്ര വലിയ സ്റ്റാറ്റസിലുള്ള ആളുകളായിക്കൊള്ളട്ടെ, അവർക്കൊക്കെ അനുഭവിക്കാനുള്ളതാണ് ഈ ഒരു യാഥാർത്ഥ്യങ്ങൾ. അത് മനസ്സിലാക്കുകയും എന്നാൽ അതിൽ കൂടുതൽ നമുക്ക് കടന്നു വരുമ്പോൾ ഇതെൻ്റെ ആൽക്കഹോളിസം എന്ന് പറയുന്ന രോഗത്തിന്റെ ഭാഗമാണ്, ഇതിനെ ഞാൻ കൈകാര്യം ചെയ്യാൻ പഠിക്കേണ്ടിയിരിക്കുന്നു, ഇതിനെ ഞാൻ കൈകാര്യം ചെയ്യേണ്ട രീതി ആൽക്കഹോളിക്സ് അനോണിമസ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അത് ഒന്ന് പ്രാർത്ഥനയാണ്. മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കാനുള്ള പ്രശാന്ത മനസ്ഥിതി. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ, അവരുടെ സ്വഭാവങ്ങളെയോ അവർ നമുക്ക് തരുന്ന അവഗണനയോ പരിഹാസങ്ങളെയോ ഒന്നിനെയും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല. അതിനെ അവരെ ആയിക്കൊണ്ട് തന്നെ നമുക്ക് അവരെ സ്വീകരിക്കുക എന്നുള്ളതാണ്. നമ്മളെ അവഗണിക്കുന്നവരെ, നമ്മളോട് നീരസപ്പെടുന്നവരോട്, നമ്മളോട് ദേഷ്യപ്പെടുന്നവരോടൊക്കെ, അവർ നമ്മളെക്കാൾ വലിയൊരു രോഗിയാണ്, അല്ലേ? നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ നമ്മളെക്കാൾ വലിയൊരു രോഗിയാണ്. അത് ആര് കൊടുത്ത രോഗമാണ്? നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുത്ത രോഗം. അപ്പം മദ്യത്തിന് മുന്നിൽ ഞാൻ ശക്തിഹീനനാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ആ മദ്യാസക്തി രോഗം ബാധിച്ച അവരുടെ മുമ്പിലും നമ്മൾ ശക്തിഹീനരാണ്. അവരോട് പോരാടാനോ അവരോട് മല്ലിടാനോ നമ്മൾ നിൽക്കണ്ട. നമ്മൾ അവരായി സ്വീകരിക്കുക. അവരെ നമുക്ക് മാറ്റുവാൻ പറ്റില്ല. അപ്പം മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കാനുള്ള ഒരു പ്രശാന്ത മനസ്ഥിതി ആരാ തരണ്ടേ? ദൈവം തരണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അങ്ങോട്ട് കൊണ്ട് തരികയാണോ ഈ പ്രശാന്ത മനസ്ഥിതി എന്ന് പറയുന്ന സാധനം? അല്ല, അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും കൂടി വേണം. അതിനോടൊപ്പം ദൈവം അതിനനുസരിച്ച് നമ്മളെ സഹായിക്കുമെന്നുള്ളത്. അപ്പൊ ആദ്യം മാറ്റുവാൻ പറ്റാത്ത അത്തരം ആളുകളെ, സാഹചര്യങ്ങളെ, സന്ദർഭങ്ങളെയോ ഒക്കെ നമ്മൾ നമ്മുടെ ഈ സ്വഭാവ വൈകല്യത്തെ ചിലത് നമുക്ക് മാറ്റാൻ പറ്റുന്നതല്ലേ. നമ്മളൊന്ന് തിടുക്കപ്പെടാതിരുന്നാൽ, ഒന്ന് സ്പീഡ് കുറച്ചാൽ നമുക്ക് മാറ്റിയെടുക്കാവുന്ന. അപ്പം മറ്റുള്ളവരെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതാണെങ്കിൽ അവരെ അതേപടി നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഏറ്റുമുട്ടലിനെ ചെല്ലേണ്ടതായിട്ടില്ല. അതുപോലെ തന്നെ മാറ്റുവാൻ പറ്റുന്നവയെ മാറ്റാനുള്ളൊരു ധൈര്യത്തിന്, എൻ്റെ ഈ വൈകല്യത്തിലെ കാര്യങ്ങളെ മാറ്റാൻ എനിക്കൊരു ധൈര്യം ആവശ്യമുണ്ടെങ്കിൽ, എൻ്റെ ഈ ദേഷ്യത്തെ, ഞാൻ ചിലപ്പോൾ ദേഷ്യം പ്രകടിപ്പിക്കാതിരുന്നാൽ ഞാൻ വെറും ഷണ്ടനായി പോവുമോ എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ടോ? എൻ്റെ ഭാര്യനോട് ഞാൻ കടുപ്പിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ, എൻ്റെ മക്കളോട് ഞാൻ ആജ്ഞാപിച്ചിട്ടില്ലെങ്കിൽ, എൻ്റെ എന്തോ അസ്തിത്വം ഇല്ലാതെയായി പോകുമെന്ന് എനിക്കൊരു തോന്നലുണ്ടെങ്കിൽ ആണല്ലോ ഞാനത് ചെയ്യാതിരിക്കുക, അല്ല അത് ഒഴിവാക്കാതിരിക്കുക. അപ്പം അതിനൊരു ധൈര്യം വേണം. അവർ ഷണ്ടനെന്ന് വിളിച്ചോളട്ടെ, മണങ്ങൂസൻ എന്ന് വിളിച്ചോളട്ടെ, ഒന്നിനും പറ്റാത്തവനെന്ന് കരുതുന്നുണ്ടെങ്കിൽ അങ്ങനെ കരുതിക്കൊള്ളട്ടെ. എന്നാലും ഞാൻ എയുടെ ജീവിത രീതിയായിട്ടുള്ള ദയയോട് കൂടിയിട്ടും അനുകമ്പയോട് കൂടിയിട്ടും കരുണയോട് കൂടിയിട്ടും ഞാൻ അവരെ സമീപിക്കും എന്നൊരു തീരുമാനം എടുത്താൽ അവിടെയാണ് മാറ്റുവാൻ പറ്റുന്നവയെ മാറ്റാനുള്ള ഒരു കാര്യം എനിക്ക് ലഭിക്കുന്നത്. അത് ഞാൻ തന്നെ തുടങ്ങണം എൻ്റെ മാറ്റത്തിന് വേണ്ടിയിട്ട്. നമ്മൾ ഈ ദേഷ്യപ്പെടുമ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ അടുത്ത് ദേഷ്യപ്പെടുന്നത് ഏത് രീതിയിലാണ്? നമ്മൾ ഇരുന്നിടത്ത് നിന്ന് ചാടി എണീക്കും, അല്ലേ? ഇരുന്നിടത്ത് നിന്ന് ചാടി നമ്മൾ എണീക്കും. ചാടി എണീക്കാണ്ട് ഒരാളും കഴിച്ചു കൊണ്ടാണ്ട് വർത്താനം പറഞ്ഞിട്ടില്ല.
നമ്മളത് മനസ്സിലാക്കി വെച്ചാൽ, ഞാൻ ഇങ്ങനെ ചാടി എണീറ്റിട്ട് ദേഷ്യപ്പെട്ടിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഇന്നു മുതൽ ഞാൻ എണീറ്റിട്ട് വർത്താനം പറയില്ല. ഞാൻ ഇരുന്നിട്ടേ സംസാരിക്കും മറ്റൊരാളടുത്ത്. ദേഷ്യപ്പെടേണ്ട വിഷയങ്ങളാണെങ്കിൽ ഞാൻ ഇരുന്ന് സംസാരിക്കുമെന്നുള്ളൊരു തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ കിടന്ന് സംസാരിക്കുമെന്നുള്ളൊരു തീരുമാനം. ഇവിടെ നമ്മുടെ ശബ്ദ ഉയർച്ച കുറയും ഇരുന്ന് സംസാരിക്കുമ്പോൾ. നമ്മളൊരു ആത്മസംയമനത്തിലേക്ക് നമ്മളെത്തും. തിടുക്കമില്ലാതെ നമ്മൾ ചില കാര്യങ്ങൾ പറയും. ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതി. ഞാനത് ഇപ്പോൾ പരീക്ഷിക്കാറുണ്ട്, എനിക്കത് വിജയം കാണാറുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ചില ടിപ്സുകൾ നമുക്ക് സ്വീകരിക്കാം. മറ്റൊന്ന് ധ്യാനം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. പ്രാർത്ഥന, ധ്യാനം. ധ്യാനത്തിൽ നമ്മളോട് ഫ്രാൻസിസ് അസീസിയുടെ ഒരു ധ്യാനത്തിൻ്റെ കാര്യങ്ങൾ നമ്മളോട് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അല്ലേ? മറ്റുള്ള ആളുകളുടെ അടുത്ത് ദയ കാണിക്കുന്ന ഭാഗങ്ങൾ, ഇത് നമുക്ക് പരിശീലിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എക്സസൈസുകൾ നമുക്ക് പരിശീലിക്കാവുന്നതാണ്. യോഗ പരിശീലിക്കാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ പരിശീലിക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം, നമ്മുടെ സ്പീഡ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കുന്നു. കാരണം എടുത്തുചാട്ടം നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കുന്നു. ക്ഷമ കൈകാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ഏകാഗ്രത കൈകാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. നമ്മുടെ ശാരീരികമായിട്ടുള്ള ഒരു അഭിവൃദ്ധി, ഒരു പുഷ്ടിപ്പെടൽ, നല്ല ഭക്ഷണം കഴിക്കുന്നതിലൂടെ, ഇതിലൂടെ വെള്ളം ധാരാളം കുടിക്കുന്നതിലൂടെ, വിശപ്പില്ലാതെ ഇരിക്കുന്നതിലൂടെ. വിശപ്പുണ്ടാകുന്ന സമയത്തൊക്കെയാണ് നമുക്ക് കൂടുതൽ ദേഷ്യപ്പെടാനുള്ള പ്രവണത കൂടുന്നത്. നമ്മൾ അറിയാതെ ദേഷ്യപ്പെട്ടു പോകുന്നു. അപ്പം വിശപ്പില്ലാതിരിക്കുന്നതിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ ഈ വൈകാരിക തലങ്ങളെ ഒരു വിധമെങ്കിലും നമുക്ക് പരിഹരിച്ച്, വൈകല്യങ്ങളെ പരിഹരിച്ച് ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. കൂടുതലും ചെയ്യേണ്ടത് നമ്മളുടെ പ്രശാന്തതയുടെ പ്രാർത്ഥനയായ ദിവസവും ഏത് സമയത്തും എപ്പോഴും, അതിന് സമയം കാലം നേരം എന്നൊന്നുമില്ല, നമ്മളത് ചൊല്ലുക. അതുപോലെ തന്നെ ഒരു സ്വയം വിലയിരുത്തൽ. നമ്മൾ ഒരു സ്പോട്ട് ഇൻവെൻട്രി, വൈകുന്നേരം പോയിട്ട് വീട്ടിൽ പോയിട്ടല്ല, നമ്മൾ ഏർപ്പെടുന്ന പ്രവൃത്തിയിൽ, വാക്കുകളിൽ, മനോഭാവത്തിലൊക്കെ ഒരു സ്പോട്ട് ഇൻവെൻട്രി നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരം അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതെ, നമ്മുടെ വൈകാരിക തലത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാതെ നമുക്കൊരു വിധം മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. അങ്ങനെ വൈകാരിക തലങ്ങളിൽ പ്രശ്നങ്ങളില്ലാതിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളോട്, വീട്ടുകാരോട്, ഓഫീസിലുള്ളവരോടൊക്കെ നല്ല രീതിയിൽ ഇടപഴകാൻ സാധിക്കും. അവരിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ്, എന്നാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അവർ പരിഗണിക്കണം, അവർ നമ്മളെ സ്നേഹിക്കണം എന്നൊക്കെ ഉള്ളത്, അത് നമുക്ക് ലഭിക്കും. ഏതായാലും നമുക്ക് വീണ്ടും ജീവിത പുരോഗതിയിൽ നമുക്കിത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. സമയം വളരെയേറെ എടുത്തുപോയി, ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. Thank you, Sharif Ka. Thank you.